പപ്പേ പപ്പേ നമുക്ക് ഈ വോയിസ് ഒന്ന് കേട്ടാലോ? അതായത് തൊടുപുഴയുള്ള ബെന്നി എന്ന് പറഞ്ഞ ബെന്നി സാർ എന്ന് പറഞ്ഞ ആള് ഒരു ഗ്രൂപ്പിൽ, അതായത് ഷൈനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് മരിച്ചിടയ്ക്ക് മുമ്പ് തൊട്ട് തലേദിവസം, അതായത് ചുങ്കമ്പള്ളിയുടെ ഗ്രൂപ്പിലിട്ടൊരു വോയിസാണ്. ആ വോയിസ് ഒന്ന് കേൾപ്പിക്കാം കേട്ടോ. ഈ മരണവിവരം ഞാൻ അറിയുന്നത് അന്ന് രാവിലെ ഏകദേശം ഒരു 9:30-9:45 മണി സമയത്താണ്. ആ സമയത്ത് ഞാൻ അനൂപ് എന്ന സുഹൃത്തിനെ വിളിച്ചു. അതായത് നോബിയുടെ സുഹൃത്ത് ഒരു അനൂപുണ്ട്. അവരാണ് ഇവിടെ കൈരളി ഡെക്കറേഷൻ എന്ന സ്ഥാപനം ഇവർ രണ്ടുപേരും ഷെയർ കൂടിയാണ് നടത്തുന്നത്. ഞാൻ ചോദിച്ചു, അനൂപ് എങ്ങനെയൊക്കെ കാര്യം കേട്ടല്ലോ, ശരിയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, ശരിയാണ് സാറേ, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞു, എടാ എനിക്ക് വരാൻ പറ്റില്ല, കാരണം ഞാൻ മാനന്തവാടിക്ക് പോവാണ്, KCCയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്, എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ എന്നെ ഇന്ന് വിളിച്ചേക്കണോട്ടോ എന്ന് ഞാൻ പറയുകയും ചെയ്തു. അതിനുശേഷം ഈ നോബിയുടെ ഉണ്ണി നോബിയുടെ അനിയൻ ഉണ്ണി ചുങ്കമ്പള്ളി അച്ഛനെ വിളിച്ചിട്ട് ഇന്നുപോലെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, എവിടെയാണ്, അടക്കിൻ്റെ കാര്യമെല്ലാം തീരുമാനമായോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ണി തന്നെ പറഞ്ഞു, ഞങ്ങൾ അവരുടെ ഷൈനിയുടെ വീട്ടുകാരുമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, തൽക്കാലം മോർച്ചറി വെക്കുവാണ്, അതിനുശേഷം അറിയിക്കാമെന്ന് പറഞ്ഞു. ആദ്യം നോബിയുടെ വീട്ടുകാരും ഷൈനിയുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ചിട്ട് ഷൈനിയുടെ വീട്ടുകാർ അവരുടെ പെടവപ്പള്ളിയിൽ തന്നെ ഈ മൃതദേഹങ്ങൾ അടക്കം ചെയ്യണമെന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. അതനുസരിച്ച് അവർ അവിടുത്തെ വികാരിയച്ഛനുമായിട്ട് ബന്ധപ്പെട്ടു. അവിടുത്തെ വികാരിയച്ഛൻ നേരെ നമ്മുടെ വികാരിയച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ അടക്കാനായിട്ട്, ഈ മൃതദേഹങ്ങൾ ഇവിടെ അടക്കാനുള്ള NOC, നമുക്കൊരു ലെറ്റർ കൊടുക്കണമല്ലോ, ആ NOC അവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അതനുസരിച്ച് നമ്മുടെ വികാരിയച്ഛൻ പറഞ്ഞു, നമുക്ക് NOC കൊടുക്കുന്നതിൽ തടസ്സമില്ല. അങ്ങനെയാണ് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ, ശനിയാഴ്ച രാവിലെ കുർബാന മധ്യേ ഈ മൃതസംസ്കാരത്തിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുകയും ചെയ്തതാണ്. ഇത്ര മണിവരെ ഇന്ന സ്ഥലത്തുണ്ട്, അതിനുശേഷം അവിടെ പാരിഷാളിൽ പൊതുദർശനമായിരിക്കും. അത്രയും കാര്യം കഴിഞ്ഞ് ഒരു 2 മണിയോടുകൂടി, ഏകദേശം 2 മണിയോടുകൂടി നോബിയുടെ അനിയൻ ഉണ്ണിയും ഉണ്ണിയുടെ ഭാര്യയും നോബിയുടെ മകനായ എഡ്വിനും കൂടി നമ്മുടെ വികാരി അച്ഛനെ കാണാൻ വരുന്നു. എന്നിട്ട് എഡ്വിനെ കൊണ്ട് ഒരാവശ്യം അവിടെ പറയിക്കുന്നു. ഞങ്ങൾക്ക് ഇവിടെ കുടുംബക്കല്ലറയുണ്ട്, എൻ്റെ അമ്മയെയും എൻ്റെ പെങ്ങന്മാരെയും ഇവിടെ അടക്കാനാണ് എനിക്ക് ആഗ്രഹം, അതുകൊണ്ട് അതിനുള്ള സൗകര്യം ചെയ്തു തരണമെന്ന്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി പള്ളിയിൽ ഇതെല്ലാം വിളിച്ച് പറഞ്ഞു, ഇനിയും പ്രശ്നമില്ല, പക്ഷെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ ബന്ധുക്കൾ തമ്മിൽ ഒരു തീരുമാനമാക്കുക, ബന്ധുക്കൾ തമ്മിൽ തീരുമാനമാക്കിയിട്ട് അവിടുത്തെ അച്ഛനെയും എന്നെയും വിളിച്ചറിയിച്ചാൽ അതിനുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാമെന്നും പറഞ്ഞു. ഇതാണ് അവിടെ നടന്നത്. ഈ ചർച്ച അന്ന് മുഴുവൻ നടന്നു എങ്കിലും ഏകദേശം രാത്രി 10 മണിയോടുകൂടി, ഞാനിപ്പോൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുക, ശനിയാഴ്ച 10 മണിയോടുകൂടി തിരിച്ചു വന്നുകൊണ്ടിരിക്കുക, ഈ ചുങ്കത്തിൽ നിന്ന് ഒരാൾ എന്നെ ഫോണിൽ വിളിക്കുകയും, ആളുടെ പേര് പറയുന്നത് ശരിയല്ല, എന്നോട് പറഞ്ഞു, ഇതിൽ KCC ഇടപെടണം, ഇവരുടെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് KCC ഇടപെടണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും KCC ഇതിനകത്ത് ഇടപെടില്ല, കാരണം ഇതൊരു കുടുംബ പ്രശ്നമാണ്, KCCക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കുടുംബക്കാരെന്ത് തീരുമാനിച്ചോ അതനുസരിച്ചേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ആകെ ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നോബിയും നോബിയുടെ മകനും വന്നു വേണം മൃതദേഹം ഏറ്റുവാങ്ങാൻ. ഞാൻ പറഞ്ഞു, ആ ഒരു കണ്ടീഷനേ ഉള്ളെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചു നോക്കാം. അപ്പം സമയം ഏകദേശം ഒരു 10:30 ആയി. 10:30 ഞാൻ നോബിയെ വിളിക്കുന്നത് ശരിയല്ലല്ലോ, വീണ്ടും ഞാൻ ഈ അനൂപിനെയാണ് വിളിച്ചത്. ഞാൻ അനൂപിനെ വിളിച്ചിട്ട് പറഞ്ഞു, അനൂപ്, അവർ ബോഡി ഇവിടെ അടക്കുന്നതിൽ അവർക്ക് തടസ്സമില്ലെന്നാണ് പറയുന്നത്, പക്ഷെ അവരുടെ കണ്ടീഷൻ നോബിയും നോബിയുടെ മകനും അവിടെ ചെന്ന് ബോഡി ഏറ്റുവാങ്ങണം, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോബിയോടും വീട്ടുകാരോടും ചോദിച്ചിട്ട് പറയാൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അയ്യോ ഇത്രയും സമയമായില്ലേ, ഞാൻ ഇതേപ്പറ്റി ചോദിച്ചിട്ട് നാളെ എന്നെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടില്ല കേട്ടോ. പിറ്റേ ദിവസം എന്നെ വിളിച്ചത് ഇത് പറഞ്ഞുകൊണ്ടല്ല, പിറ്റേ ദിവസം എന്നെ വിളിച്ചിട്ടില്ല, പിറ്റേ ദിവസം ഞായറാഴ്ചയല്ലേ, തിങ്കളാഴ്ചയല്ലേ അടക്കിയത് എൻ്റെ ഓർമ്മ. പിന്നെ ഇവർ വിളിക്കുന്നത് ഈ ഉണ്ണിയാണ് എന്നെ വിളിക്കുന്നത്. ഉണ്ണി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബെന്നി സാറേ, ഈ ബോഡി കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരുടെ വീട്ടിലേക്ക് ഞാൻ വരില്ല, കാരണം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിയാവുകയില്ല, കാരണം ആരൊക്കെയാണ് വരുന്നതെന്ന് അവർക്ക് അറിയത്തില്ല, ചുങ്കംകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ കൈവച്ചെന്നിരിക്കും, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വരില്ല. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, അവിടെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, പോലീസ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല,
ഞാൻ അവിടെ അർക്കാഡിയ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നോളാം, ആംബുലൻസ് വരുമ്പം ആ കൂടെ ഞാൻ പോകുന്നോളാം. അങ്ങനെ ആംബുലൻസുമായിട്ട് വന്നു. ഞാൻ ചുങ്കം വളവിലിറങ്ങി. അവരുടെ വീട്ടിലേക്ക് പോയില്ല കേട്ടോ, അവരുടെ വീട്ടിലേക്ക് പോയില്ല. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ കാര്യങ്ങൾ പറയുന്നത് അച്ഛൻ ഇടപെട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർക്കാമായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് നേരിട്ട് അറിവുള്ളതാണ്. ഈ അച്ഛൻ ഈ നോബിയുടെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു ഈ പ്രശ്നം തീർക്കാൻ. പക്ഷേ അന്ന് അവിടുന്ന് കിട്ടിയ മറുപടി ഒട്ടും തൃപ്തികരമായിരുന്നില്ല. അവർ യാതൊരു സഹകരണം അതിനകത്തുണ്ടായിരുന്നില്ല. ഞാൻ നേരിട്ട് ഈ നോബിയായിട്ട് സംസാരിച്ച ഈ പ്രശ്നം തീർക്കടാന്ന് പറഞ്ഞാണ്, തീർത്തില്ല. ഷൈനിയായിട്ട് ഞാൻ സംസാരിച്ചു. ഷൈനി വിളിച്ചാൽ ഫോൺ എടുക്കില്ല. എന്ന അവസാനം ഞാൻ ഷൈനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ആ മെസ്സേജിന് അവൾ റിപ്ലൈ തന്നു. ആ റിപ്ലൈയിലും അവൾ പറഞ്ഞത്, ബെന്നി സാറേ, ഒരു കാരണവശാലും ഞാൻ ഇനി അങ്ങോട്ട് വരികയില്ല, ഞാൻ അതുപോലെ ഇതിൽ അനുഭവിച്ചു, അതുകൊണ്ട് ഇനി മേലിൽ ഈ കേസിന് വേണ്ടിയിട്ട് എന്നെ ബെന്നി സാറ് വിളിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഷൈനമ്മ ശരി എന്ന് പറഞ്ഞു. അത് നവംബർ 13-നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ഫോണിലതുണ്ട്, പക്ഷേ ആ മെസ്സേജ് ഡിലീറ്റ് ആയിപ്പോയി. അതൊക്കെ അതെന്തെങ്കിലും ആട്ടെ. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നമ്മൾക്കിപ്പോൾ ഈ മീഡിയ കമ്മീഷനിൽ അപ്പനാദേശ് TV ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ടല്ലോ. അതിൽ പറയുന്നുണ്ട് ബോബി അച്ഛൻ്റെ ഇതിലെ റോൾ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ്. എനിക്ക് അന്ന് വരെ അറിയത്തില്ലായിരുന്നു ഈ 9 മാസമായിട്ട് നോബിയോ നോബിയുടെ വീട്ടുകാരോ ഈ 2 കുട്ടികൾക്കുമുള്ള ചെലവുകാശ് പോലും കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ ഈ തലേദിവസം രാത്രി അറിയണേ. ആ തലേദിവസം രാത്രി ഇതേപ്പറ്റി സംസാരം ഉണ്ടായി, ഇച്ചിരി ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടായി. അന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ അച്ഛൻ എന്ന് പറഞ്ഞ ആള് നമുക്ക് അൽത്താരയിൽ നിന്ന് സുവിശേഷം പറയാനും കുടുംബസ്നേഹം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇതേപ്പറ്റിയൊക്കെ വാതോരാതെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അയാൾക്കെങ്കിലും ഇടപെട്ടിട്ട് ഈ പൈസ അവനവൻ്റെ പിള്ളേരല്ലേ, ഷൈനി വഴക്കൂടി പോയി, ഓക്കെ, എന്തെങ്കിലും ആട്ടെ, കുടുംബ പ്രശ്നം. പക്ഷേ ഈ പിള്ളേർക്കുള്ള പൈസ അയച്ചു കൊടുക്കേണ്ടതായിരുന്നു. അത് അയച്ചു കൊടുക്കാനുള്ള ബാധ്യത അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ധാർമ്മിക ബാധ്യത ഈ അച്ഛനുണ്ടായിരുന്നു. ആ അച്ഛൻ അത് ചെയ്തില്ല. അച്ഛൻ അത് ചെയ്തിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഇത്രയും ഇത് മുമ്പോട്ട് പോകുമായിരുന്നു എങ്കിലെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അറിയല്ലേ, പക്ഷെ ഞാൻ ഷൈനി പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഷൈനിയല്ല, ഞാനല്ലാതെ ഞങ്ങൾ ചുങ്കത്തിലൊക്കെ ചെല്ലുമ്പോൾ ഈ അവിടുത്തെ കാർന്നൊരു വേച്ചേട്ടനും ഈ നോബിയൊക്കെ സംസാരിക്കുമ്പോൾ ഈ ബെന്നിസാറെന്ന് പറയും. അത് MD ആണെന്ന് പറഞ്ഞു ഇവരുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ആ പുള്ളിയോട് പറയുക, അഭിപ്രായം. ഇവരുടെ സുഹൃത്താന്നേ, കുടുംബ സുഹൃത്താണ്. MD കുടുംബ സുഹൃത്താണ് ഇവരുടെ. ഇപ്പോൾ പുള്ളി MD ആണോന്ന് എനിക്കറിയത്തില്ല, ബെന്നി ഇല്ലിക്കൽ എന്നാണ് ആ പുള്ളിയുടെ പേര്. അത് ബെന്നിസാറേ എന്നാണ് ഇവർ വിളിക്കുന്നത്. ഇവരുടെ വണ്ടിയുടെ കാര്യങ്ങൾ, ഒരു വണ്ടി എടുക്കുമ്പോഴോ വണ്ടിയുടെ ടാക്സ് അടയ്ക്കുമ്പോഴോ ഇൻഷുറൻസ് അങ്ങനെയുള്ള വണ്ടിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ ചുങ്കത്തിൽ ചെന്നിരിക്കുന്ന സമയത്ത് ഇത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ബെന്നിസാറെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ ബെന്നിസാറെന്ന് പറഞ്ഞ് MD ആണ്. അന്ന് പുള്ളി ജോലിക്കാരനാണ്, സർക്കാർ ജോലിക്കാരനാണ്. അപ്പോൾ പുള്ളിയെ കൊണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അങ്ങനെ അറിയാം. അങ്ങനെയുള്ളൂ. നേരിട്ട് എനിക്ക് ആ പുള്ളിനെ പരിചയമില്ല. ഈ ബെന്നി സാറ് പറഞ്ഞിരിക്കുന്ന വോയിസ് എല്ലാം പപ്പ കേട്ടല്ലോ? ഞാൻ കേട്ടു. ഇതിൽ എത്രമാത്രം അതിനകത്തുള്ള കാര്യം, വെള്ളിയാഴ്ച രാവിലെയാണ് നമുക്ക് ഈ സംഭവം നടക്കും. വെള്ളിയാഴ്ച 5:30 എൻ്റെ മകളും പിള്ളേരും മരിച്ചു. അപ്പോൾ വെള്ളിയാഴ്ച നമ്മൾ വൈകുന്നേരം ഏതാണ്ട് ഒരു 2 മണി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഇത് പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഇത് കിട്ടുന്നത്. ഇതുകൊണ്ട് നമ്മൾ കാരിത്താസിൻ്റെ മോർച്ചറി കൊണ്ട് വെച്ച് ലാസ്റ്റ് ആയപ്പോൾ 3:30 ആ സമയത്ത് ഞാൻ എൻ്റെ മകനോട്, രണ്ടാമത്തെ മകളെ കുട്ടിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഉണ്ണിയായിട്ടും പിന്നെ ചുങ്കംപള്ളിയിലെ വികാരിച്ചനും കാരിത്താസ് പള്ളിയിലെ വികാരിച്ചനും കാരിത്താസ് പള്ളിയിലെ ഡയറക്ടറും കാരിത്താസ് പള്ളിയിലെ എബി വടക്കര എന്ന് പറഞ്ഞ ജോയിൻറ്റ് ഡയറക്ടറെ, അങ്ങനെയുള്ള ആൾക്കാർ എൻ്റെ രണ്ടാമത്തെ മകളുടെ കെട്ടിയവനുമായിട്ട് ഈ നോബിയുടെ അനിയും ഉണ്ണിയും കൂടി തീരുമാനിച്ചു. എന്നാ തീരുമാനിച്ചെന്ന് ഞാൻ ചോദിക്കുക ചെയ്തത്. കാരണം എനിക്ക് ഈ കാര്യങ്ങളെല്ലാം അവരല്ലേ നടന്നു. അന്നേരം പറഞ്ഞു, പപ്പ തിങ്കളാഴ്ച നടക്കുന്നു, പിന്നെ ഉണ്ണി വരുമെന്ന്, എൻ്റെ മകൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മൂത്ത മകനും ഇളയ മകനും വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഇളയ മകൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പകലൊക്കെ ഇവനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതനുസരിച്ച് തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. തിങ്കളാഴ്ച നമ്മൾ രാവിലെ എടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെക്കുന്നു. ഇവിടെയുള്ള ആൾക്കാർക്ക് കാണാൻ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ വെക്കുന്നു. അത് കഴിഞ്ഞ് ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകുന്നു. ഇവിടെ ഒരു ഓഫീസും ചെല്ലുന്നു. ഏതെങ്കിലും ഒരു അച്ഛൻ വന്നാൽ ഒരു ഓഫീസും ചെല്ലുന്നു, ഈ ബോഡി ഇവിടുന്ന് കൊണ്ടുപോകുന്നു. ഈ ബോഡി കൊണ്ടുപോയിട്ട് നമ്മൾ കാരിത്താസ് പള്ളിയുടെ പാരീഷ് ഹാളിനകത്ത് വെക്കുന്നു. അപ്പം അവിടെയാണ് പൊതുദർശനം. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം 3 മണിക്ക് ശവം അടക്കം പറഞ്ഞു. അങ്ങനെ തീരുമാനിച്ചു എന്ന് പറഞ്ഞു.
അതായത് പപ്പ മോനെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏൽപ്പിച്ചായിരുന്നു ഇത് ഈ മരിച്ചടക്കമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വേറെ ആരും ഇവിടെ ഇല്ലല്ലോ. മോനോട് മോന്റെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുത്തായിരുന്നു. പിന്നെ അതായത് ശനിയാഴ്ച 11 മണിയായപ്പോഴാണ് എൻ്റെ ഇളയ മകൾ വരുന്നത്. ഞായറാഴ്ച 11 മണിയായപ്പോഴാണ് എൻ്റെ മൂത്ത മകൻ വരുന്നത്. തിങ്കളാഴ്ച രാവിലെ 5 മണിയായപ്പോഴാണ് എൻ്റെ കൊച്ചുമകൻ വരുന്നത്. അപ്പോൾ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. ഷൈനി മോളും പിള്ളേരും ഇങ്ങനെ പോയി. പിന്നെ പോയിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്താൻ എൻ്റെ ചേട്ടൻ ഇവിടെ ഇല്ല, അനിയന്മാരിവിടെ ഇല്ല, ആരുമില്ല. നമ്മളെ സഹായിക്കാൻ നാട്ടുകാരും ഇല്ല, പള്ളിക്കാരും ഇല്ല, ആരുമില്ല. ആരും ഇല്ലാത്ത സമയത്ത് അന്ന് മരിച്ചിട്ട് ഞങ്ങൾ മകളെയും പിള്ളേരെയും തപ്പി പോയ വഴിക്കാണ് ഈ ന്യൂസെല്ലാം അറിയുന്നത്. പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ടാണ് എൻ്റെ മകളുടെ രണ്ടാമത്തെ മകളുടെ നമ്പരാണ് ഫോൺ എടുത്ത് ഇങ്ങനെ തോണ്ടിയപ്പോൾ ആദ്യം കിട്ടി. അവൾക്ക് വിളിച്ച് പറയുന്നു. പപ്പ അന്ന് രാവിലെ എത്ര മണിക്ക് എണീറ്റേ? ഷൈനി ഞാനൊരു 6:30 സാധാരണ ഞാൻ ചിലപ്പോൾ 6:30 കഴിക്കട്ടെ താമസിച്ച് എഴുന്നേക്കുന്നത്. 6:30 ഇവർ 6:45 ആകുമ്പോൾ ഞാൻ ആ മുറിയിലാണ് കിടക്കുന്നെങ്കിലും പള്ളിയിൽ പോയിട്ട് വന്ന് പിള്ളേരുമായിട്ട് അന്ന് പിള്ളേർക്ക് സ്കൂളുള്ള ദിവസമല്ലേ ഇവിടെ കയറ്റി പോയി അടുക്കളയിൽ ഒച്ചമ്പകളോ കേക്ക് പതിവുണ്ട്. എന്നാലും ഞാനവിടെ കിടക്കും. കാരണം എനിക്ക് അന്നേരം ഈ രാവിലെ ആയിട്ട് ചായ പള്ളിയിൽ എന്നും പൊക്കോണ്ടിരിക്കുന്ന അത് പറയുമൊന്നുമില്ല, ഞങ്ങൾ കേൾക്കുകയില്ല. ഈ സമയത്ത് സാധാരണ 5:15 സപ്രായോട് കൂടിയുള്ള കുർബാനയാണ്. ഈ 5:15 പോകുമ്പോഴും ഞങ്ങൾ എഴുന്നേക്കാറില്ല. ഇവിടെ 6:30 പള്ളിയിൽ നിന്ന് ഇവിടെ പിള്ളേർ അതായത് പുറകിലത്തെ വാതിൽ തുറന്നു പോകും, പുറകിലത്തെ വാതിൽ ചാരിയിട്ടിട്ട് നമ്മൾ വല്ല ഉറക്കം തെളിഞ്ഞ് കിടന്നാലേ കേൾക്കുള്ളൂ, ഇല്ല കേൾക്കില്ല. പുറകിലത്തെ വാതിലാണ് തുറക്കുന്നത്. അപ്പോൾ അത് ഇവരുടെ മഴക്കാലമൊക്കെ ആണെങ്കിൽ അതിന് ഒച്ച കേൾക്കുള്ളൂ. വേനൽക്കാലമാണെങ്കിൽ ഒച്ചയൊന്നും വരികയില്ല. പുറകിലത്തെ വാതിൽ അത് അതിന് മുമ്പ് ആ പുറകിലത്തെ വാതിൽ തുറന്നാണ് പോണേ. ഈ ഫ്രണ്ട് വാതിൽ തുറന്ന് പോകുമായിരുന്നു. അതായത് ഈ ആണ്ടിലൊന്ന് ഒടിഞ്ഞു പോയായിരുന്നു അതിന് മുമ്പ്. അപ്പം രാവിലെ എണീറ്റ് കഴിയുമ്പോഴത്തേനും കഥക് തുറന്നു കൊടുക്കും വശത്തെ. അല്ല അങ്ങനെയല്ല, കഥക് തുറക്കുന്നതല്ലെന്നേ. ഞാനും എൻ്റെ ഇവളും ഏറ്റവും പുറകെ ഞാനും വെക്കുക. കഥക് അടഞ്ഞാൽ കിടക്കുന്നേ. കഥക് നമ്മൾ തുറത്തിട്ട് അത് അടച്ചിട്ടേ പോവുള്ളൂ. കുറ്റി ഇടിയല്ല, അതിൻ്റെ പുറത്തുനിന്നുള്ള ഇങ്ങ് ചാരിയിട്ട് അങ്ങ് പോവുള്ളൂ, കുറ്റിയൊന്നും ഇടിയല്ല. ആ വഴിക്ക് തന്നെയാണല്ലോ ഷൈനിയുടെ മുറിയും. അല്ല ഷൈനയുടെ മുറി അതല്ലേ, ഷൈന ആ വഴി കൂടിയല്ല, ആ മുറിയിൽ നിന്ന് വന്നിട്ട് അടുക്കള വഴിയാ അങ്ങോട്ട് കിടക്കുന്നത്. അപ്പൊ അവളവിടെ അങ്ങനെ ആ പള്ളിയിൽ അങ്ങനെ സ്ഥിരമായിട്ട് എന്നും പൊക്കോണ്ടിരിക്കുന്ന അതിലെ തിരിച്ചു വരുന്നത് എന്നും പോകും. ഈ പിള്ളേരെ ആയിട്ട് കൃത്യം 5:15 ഇവിടുന്ന് എത്ര കിലോമീറ്റർ പള്ളിയിലേക്ക്? ഇവിടുന്ന് 200-300 മീറ്റർ ഇല്ല, അത്രേ ഉള്ളൂ. അതായത് പള്ളി പാട്ടുകുർബാന എവിടെ നിന്ന് കേൾക്കാം, പാട്ടുകുർബാനയൊക്കെ വെച്ചാൽ കേൾക്കാം, മൈക്ക് വെച്ചാൽ കേൾക്കാം, നമ്മളെ ശ്രദ്ധിക്കാം. അപ്പോൾ ഇവിടുന്ന് ഇതായത് ഇവിടുന്ന് ഇറങ്ങിച്ചിട്ട് 101 ജംഗ്ഷനാണ്. 101 ജംഗ്ഷനിൽ ഈ റോസാമെറ്റിക്ക വെച്ചിരിക്കുന്ന 200 മീറ്ററാണ്. അപ്പം വഴി ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു 100 മീറ്റർ കൂടെ കൂട്ടി അത്രയും 300 മീറ്റർ കാണും പള്ളിക്ക്. അത്രയും 300 350 300 മീറ്ററേ ഉള്ളൂ. അതാണ് അർക്കാഡിയ ഹോട്ടലിൽ ഇരിക്കുന്നതിൻ്റെ വായിക്കിലെ പഴയ എംസ് റോഡിൻ്റെ അതായത് അർക്കാഡിയ ഹോട്ടലിൽ ഇരിക്കുന്ന പഴയ എംസ് റോഡിനും ഫ്രണ്ടിൻ്റെ കൂടെ ഇടയ്ക്കായിരിക്കുന്നത്. ഇത് ഈ ആശ്രമം ഇരിക്കുന്നത് പഴയ എംസ് റോഡിന്റെ അതായത് കിഴക്ക് സൈഡിലായിരിക്കും. ആ നേരം വരെ അങ്ങനെയാ. പക്ഷെ ഇവര് 5:30 കുർബാന കഴിഞ്ഞാൽ 6:30 തീരും. 6:30 ഇവിടെ വരണ്ടേ. 6:30 6:45. അപ്പൊ അന്ന് ഈ ഫെബ്രുവരി 28 എന്ന് പറയുന്നതുകൊണ്ട് സകല മരിച്ചവരുടെ ഒരു ദിവസമാണ്. അപ്പൊ ഞാൻ ഇവളോട് പറയുന്നത് കാണുന്നില്ല എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് മോഹൊക്കെ ഒന്ന് കഴിയും ബാത്റൂമിൽ കയറിയേച്ചിറങ്ങി വന്നിട്ട് ഇവര് സമയത്ത് കാണുന്നില്ല. ഞാൻ ആ നേരത്തൊന്ന് വെക്കിയത്. ചിലപ്പോൾ ഞാനങ്ങ് കിടന്നുറങ്ങി, ചിലപ്പം വൈകിട്ടൊക്കെ പറഞ്ഞില്ലേ നമ്മൾ ഇപ്പാണ് ഞാനിപ്പം മദ്യപാനമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ വല്ലപ്പോഴും ഞാൻ മേടിച്ച് വെച്ചതിരിക്കുമോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പുറത്ത് പോയി ചൂടുവാണെങ്കിൽ ചിലപ്പോൾ ഒരെണ്ണാക്ക് നിപ്പന കഴിച്ച് വന്ന് ചിലപ്പം കുരിശോരയൊക്കെ കഴിഞ്ഞ് കിടന്നു പോലെ ഇവിടെ ഇരിപ്പുണ്ട്, ചിലപ്പം കഞ്ഞി കുടിക്കുമെന്ന് പറഞ്ഞാൽ 1.5 അടിക്കുകയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഏക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇപ്പോൾ കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് അടുക്കളയിൽ ഇവർ ഒച്ച കേൾക്കുമ്പോൾ ഇവളോട് ഏറ്റിക്കലും. പിന്നെ പിള്ളേർക്ക് 8:30 സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ പിള്ളേരുടെ കൊണ്ടുപോകാനുള്ളതാകണം, കഴിക്കാനുള്ളതാകണം, ഞങ്ങൾക്കുള്ളതാകണം, ചായ തിളപ്പിക്കുന്ന അടുക്കളയിലെ പരിപാടി. പള്ളിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവൾ 100 പരിപാടിയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഇവളോട് ചെന്ന് കറിക്ക് കൂട്ടിക്കും, ഏതെങ്കിലും അടുക്കളപ്പണിക്ക് കൂടിക്കൊടുക്കും. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റു വരുമ്പം മതി ചായ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ചായ കിട്ടെങ്കിൽ എന്നെ കുളിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കട്ടിലേ നന്നാലേ. അപ്പം ഞാൻ ചിലപ്പം 7:45 8 ചിലപ്പോൾ 8:30 താമസിച്ചാൽ എന്നും എനിക്കൊരു നിശ്ചിതമില്ല കൃത്യമായിട്ട് കേൾക്കുന്നതിന്. അതേസമയത്ത് ഇപ്പോൾ കൃത്യം ഞാൻ 5-ന് മുമ്പ് എഴുന്നേൽക്കും, 6:30 കുർബാനയ്ക്ക് പോകും. അത് അവൾ റെഗുലറായിട്ട് പോയിക്കൊണ്ടിരുന്ന ആ കുർബാന 5:30 പോകുന്നത് ഞാനിപ്പം അവൾ മരിച്ചുകൊണ്ട് അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പിറ്റേ ദിവസം മുതൽ മുടങ്ങാറ് പോയിക്കൊണ്ടിരിക്കുക. ഞാനും ഇവളും രാവിലെ ഏറ്റവും കൂടിയെല്ലാം വേണ്ടി പോകും. അങ്ങനെ പോകുന്നു. അപ്പോൾ ഈ 28 എൻ്റെ ഇവിടുന്ന് അവർ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരാതെ സമയം കഴിഞ്ഞിട്ട് കാണാഞ്ഞിട്ട് ഞാനും ഇവളും കൂടി ഞാൻ ഗേറ്റിൽ പോയി പല പ്രാവശ്യം ഇങ്ങനെ വഴിക്കണ്ണ് നോക്കി, കാണുന്നില്ല. ഇപ്പം ഇവള് പറഞ്ഞു ഇപ്പോൾ ഈ പിന്നെ എക്സ്ട്രാ ഒപ്പീസോ വല്ല പ്രാർത്ഥന വരേണ്ട സമയം കഴിഞ്ഞു. എത്ര മണിക്കാണ് സാധാരണ വന്നെ? 6:30 വരും. 5:30 കുർബാനയല്ലേ. 5:30 കുർബാനയും കഴിഞ്ഞ് പിള്ളേർക്ക് സാധാരണ വീടുകളിലൊക്കെ ആണെങ്കിൽ കുഞ്ഞു പിള്ളേർ, അതായത് പേരെ കുട്ടികൾക്ക് നേരം വെളുത്ത് കഴിയുമ്പോൾ എങ്ങനെ വിളിക്കുന്നത്? പപ്പനെ എങ്ങനെ വിളിച്ചോണ്ടിരുന്നേ?
എന്നെ പപ്പായിന്ന് പപ്പായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയാം. അതായത് ഞാൻ ഇവരെ ഏറ്റു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവിടെ പള്ളിയിൽ പോകില്ലേ, പള്ളിയിൽ പോയിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ അടുത്ത പരിപാടി എന്തെങ്കിലും ചായയോ കടിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞ് പിന്നെ അവർക്ക് പഠിക്കാനിരിക്കല്ലേ. പഠിക്കാനിരുന്നിട്ട് ഇവർ 8 മണിക്കേ ഉള്ളൂ. 8 മണി ആകുമ്പോഴത്തേന് ഏറ്റവും വേഗം പല്ല് തേച്ച് പള്ളിയിൽ പോണതിനും ചെയ്യും. പിന്നെ വല്ല മാത്രമല്ല 8 മണിക്കാണ് കുളിക്കാനും കൊഞ്ചാൻ എൻ്റെ എനിക്ക് വരികയാണ്. ഞാൻ അങ്ങോട്ട് ചെന്നും കൊഞ്ചാറില്ല, ഞാനും ഇല്ല അവളും ഇല്ല. അങ്ങനെ നമ്മുടെ എരിയോട് കൊഞ്ചാ പപ്പായിന്നൊക്കെ ഇച്ചിരി ഒരു എന്താ ഈ പഴയ പട്ടാളച്ചിട്ട പോലെ അല്ല, പട്ടാളച്ചിട്ടേന്നൊന്നും അല്ല. നമ്മൾ എൻ്റെ ഇപ്പൊ 10 മക്കളില്ല, ഇപ്പൊ 2 പേര് ഇവരില്ലേ പോയെ. എനിക്ക് 5 മക്കൾ കൂടെ നിലവിൽ 10 മക്കളുണ്ടായിരുന്നു. എൻ്റെ ഇളയവന് 3 എണ്ണം ഉണ്ട്, മൂത്തവന് 2 എണ്ണം ഉണ്ട്, ഇവർക്ക് 3 എണ്ണം ഉണ്ട്, 2 പെൺപിള്ളേർക്ക് വേറെ ഓരോന്നുണ്ട്. എൻ്റെ ഒരിക്കൽ കൊഞ്ചാൻ ഒരു മക്കളും വന്നിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ മടി കയറ്റിയിരുന്നു. അങ്ങനെ ഒരു സ്വഭാവം എൻ്റെ മക്കൾക്ക് പോലും ഞാൻ മേടിച്ചോണ്ടിരിക്കുക. ഞാൻ ഈ മൊസൈക്ക് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പം വഴിയരിയോ അല്ലോ ഇപ്പൊ കപ്പയോ അങ്ങനെയൊക്കെ ഒക്കെ ചിലപ്പോൾ ഈ 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ എടുത്ത് വെച്ച് എൻ്റെ കൂടെയുള്ള പണിക്കാർ മേടിക്കുന്ന കണ്ടെങ്ങാനും തോന്നിയാൽ മാത്രമേ ഉള്ളൂ. അല്ലെ ഞാനൊരു സാധനം അങ്ങനെയില്ല. പിന്നെ എൻ്റെ ഈ മക്കളെ വീട് വഴി പോവുകയാണെങ്കിൽ ഏതാ മക്കളെയൊക്കെ ഇപ്പം മക്കളെയൊക്കെ ഇട്ടിച്ച് വീട് വഴിയൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിക്ക് ഇവിടുന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ, അല്ലെ നമ്മൾ ഇറങ്ങുന്ന സ്റ്റോപ്പിൽ നിന്ന് ബേക്കറിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കും. അതായത് പപ്പയ്ക്ക് പിള്ളേരോട് അധികം സ്നേഹമൊന്നും കാണിക്കാറില്ല, സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ പ്രകടിപ്പിക്കും. അതായത് കൂടുതലും ഇല്ല കുറവുമില്ല, എല്ലാവരും നമുക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അവർക്ക് ഉള്ള പൈസ വേണോ, സ്കൂളിൽ പോകുന്ന കാര്യമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് വേണ്ടി ഞാൻ എവിടെയും പോകേണ്ടതാണോ, അതിന് ആ കാര്യങ്ങളെല്ലാം ചെയ്യും. കാരണം അവൾ കൂടെ ഉണ്ടല്ലോ, അമ്മ കൂടെ ഉണ്ട്. അമ്മ കൂടെ ഉള്ളതുകൊണ്ട് അമ്മ എല്ലാ കാര്യം, ഇവക്ക് പോലും പണി കുറവാണ്. ഈ അടുക്കളയിലൊന്ന് കൂടിക്കൊടുത്താൽ മാത്രം മതി. പിള്ളേരെ കുളിപ്പിക്കുവോ, പിള്ളേരുടെ തലമുടി ചെയ്യുവോ, പിള്ളേരുടെ ഷൂ തുടച്ച് കൊടുക്കുവോ, പിള്ളേരുടെ ബാഗിനകത്തെടുത്തോ ചോറെടുത്ത് വെക്കുവോ, ഇതെല്ലാം ചെയ്തോളൂ. അവർ തന്നെ വൈകുന്നേരം വരുമ്പോൾ അവരുടെ നെയ്റ്റ് ഡ്രസ്സും യൂണിഫോമും എല്ലാം അവർ തന്നെ ഇറക്കിയിട്ടുള്ളൂ. പിള്ളേർ തന്നെ ഇറക്കിയിട്ടുള്ളൂ. 2 പേരും അവരവരുടെ എടുത്തിട്ടു. അവരൊക്കെ അതൊക്കെ അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അല്ല, ഇവിടെ വന്നപ്പോൾ അങ്ങനെയാ ചെയ്യുന്നത്. ഇതിനു മുമ്പ് അങ്ങനെയായിരിക്കും, അവിടെ അങ്ങനെയായിരിക്കും ജയിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇവിടെ വന്നപ്പോൾ മുതൽ അങ്ങനെയാ ചെയ്യുന്നത്. പിള്ളേരെ കൊണ്ട് അവർ അത് എടുത്തിട്ട് അവിടെ അലക്കുകല്ലിൽ പോയി അലക്കി അത് പിഴിഞ്ഞ് പൊക്കത്തിൽ കൊണ്ട് വിരിച്ചിട്ട് അവർക്ക് വരും. തലേ ദിവസം തൊട്ട് തുടങ്ങി ഉണങ്ങിയെടുക്കാനുണ്ടെങ്കിൽ അതും എടുത്തോണ്ട് കൂടെ വരും. ആ തുണി ഇടാനായിട്ട് കയറുന്ന സമയത്തായി ഇവരുടെ ഈ പാട്ടും പിള്ളേരുടെ ഇതൊക്കെ. 3:45 ആകുമ്പോൾ വരും പിള്ളേർ. ഈ സ്കൂള് വിട്ട് പിള്ളേര് വരുമ്പോ ഈ വാർക്കട മോളി ഡാൻസ് ചെയ്യുമ്പോ പപ്പ വഴക്ക് പറയാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. അവിടെ ഉമ്മ ഡാൻസ് ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ എന്നാടി അവരവിടെ ഡാൻസ് ചെയ്യുന്നതെന്ന് പറയും. ഒച്ച കേൾക്കുന്ന എന്നാന്ന് ചോദിക്കുമ്പോൾ, കാരണം ഈ അങ്ങോട്ട് ചെന്നിട്ട് സ്റ്റെപ്പ് കയറിയിട്ട് ഒരു സ്റ്റെപ്പ് ഒരു 2-3 ഇരുമ്പിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കും. അതായത് ഇങ്ങനെ ചാടുവാണെങ്കിൽ ഒച്ച കേൾക്കാം. അന്നേരം ചോദിക്കും. പിന്നെ പോയിട്ട് അതിൻ്റെ അവിടെ കൂടെയൊക്കെ നമ്മുടെ ഈ പൈപ്പ് ലൈനും ഒക്കെ ചെന്ന് ഇങ്ങനെ ഇരിക്കുക. അതിനൊക്കെ പൈപ്പ് ലൈനൊക്കെ തട്ടി പൊട്ടിക്കുകയും വെള്ളം എല്ലാം കൂടെ ചീറ്റുകയും വാൽവ് ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒച്ച കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഡാൻസ് അല്ല, പിള്ളേർ അറിയാതെ എൻ്റെ ഇടയ്ക്ക് കൂടിയൊക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ കാല് പൊട്ടി പൈപ്പ് പൊടിഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അത് നമുക്ക് പ്രശ്നമില്ല. അതൊന്നും നമ്മൾ വാൽവ് ഓഫ് ചെയ്തിട്ട് പിന്നെ ആരെയും വിളിച്ചോണ്ട് വന്നത് ശരിയാക്കി. അപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ ഒന്നും അങ്ങനെയില്ല. ഡാൻസ് ചെയ്യുമ്പോൾ ഒന്നുമില്ല. അതല്ലാതെ അവർക്ക് പറ്റിയ അബദ്ധങ്ങളാണ്. അപ്പോൾ ഡാൻസ് ചെയ്യുക, തുണി ഇട്ടിട്ട് ഡാൻസ് ചെയ്യുമല്ലോ. ഞാൻ പാട്ട് കേൾക്കുന്ന സമയത്ത് കുറച്ച് നേരം അതിൻ്റെ പൊക്കുമ്പഴി നടക്കും. അത് കഴിഞ്ഞ് അതായത് വെള്ളിയാഴ്ച രാവിലെയാണല്ലോ ഇത് സംഭവിക്കുന്നത്. വെള്ളിയാഴ്ച ഇവിടെ കാണാതെ ഞങ്ങൾ തപ്പിച്ചെല്ലുന്നു. തപ്പുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നിന്ന് വരാത്ത എന്നാന്ന് ഓർത്തുകൊണ്ട് ഇവരെ പിള്ളേരെ കാണുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ 2 പേരുടെ കഥ കടച്ച് ഇറങ്ങി പോവാം. അപ്പോൾ ഒരു കയ്യിലുണ്ടായിരുന്നു, അത് മാറ്റി ഇവിടെ കിടന്ന് ഒരു പാൻ്റാണോ മുണ്ട് ഏതാണ് ഞാൻ എടുത്തെടുത്ത്, എന്നാന്ന് ഞാൻ ഓർക്കുന്നില്ല. അവിടെ ഒരു ചുരിദാറോ ഏതാണ്ട് എടുത്തിട്ട് അപ്പോൾ പോയ വഴിക്ക് 2 പേർ കൂടെ അങ്ങനെ പെട്ടെന്ന് പോകാനാണ് ഒരു ആദ്യമായി പോയോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ എവിടെ വരെ കൊടുക്കണമെന്ന് ചോദിച്ചു. എനിക്കൊന്നും അറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിലാണ് പറഞ്ഞത്. എന്നാ ഭാഗം പറഞ്ഞു 2 പേരും ഒന്നേരം പോയി. കാണുന്നില്ല ഒരു പിടിയും നമുക്ക്. ഇങ്ങനെ ഒരു ഊഹം നമുക്കില്ലല്ലോ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഇങ്ങനെ ഇവർ 2 പേരുടെ പോകുന്നതാണ്. ഈ കുമാർ എന്ന് പറഞ്ഞ പുള്ളിയുടെ വീടിൻ്റെ വാതൊക്കെ ചെന്നപ്പോൾ ഈ കരോടൊന്ന് പുതുശ്ശേരിയിൽ ഒരു ആൻ്റണി എന്ന് പറഞ്ഞ കരിങ്കിരി പണിക്കാരനാണ്. ആ പുള്ളി ഇറങ്ങി. അപ്പോൾ എവിടെ പോകാമെന്ന് ചോദിച്ചപ്പം മക്കളെ പള്ളിയിൽ പോയിട്ട് കാണാതെ പുറത്ത് പോകാമെന്ന് എങ്ങനെയാണ് പറയുന്നത്, താഴെ വരെ പോകാമെന്ന് പറയും. പിന്നെ ആ പുള്ളി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യം കയറി. കാരണം സമയം കഴിഞ്ഞില്ലേ. കാരണം പിള്ളേർ ഇവിടെ വന്നിട്ട് പിള്ളേർക്ക് പഠിക്കാനുണ്ട്, പിള്ളേർക്ക് പിന്നെ ബാത്റൂമിൽ പോകണം, പിള്ളേർ കുളിക്കണം, പിള്ളേർക്ക് ഒരുങ്ങണം. 8:30 സ്കൂളിൽ പോകേണ്ടതല്ലേ. ഇവിടെ വന്നിട്ട് ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. വന്നിട്ടപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഉച്ചക്കത്തേക്കുള്ള ചോറ് കൊണ്ടുപോകണം, ഇതെല്ലാം കൂടെ വേണ്ടേ. അപ്പോൾ പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് അവരങ്ങനെ താമസിക്കുക പതിവില്ല.
ഓടി വരുന്നതല്ലേ. അപ്പം ഇനി ഞാനോടത്ത് വലിയൊരു കുമ്പസാരിക്കാൻ നിന്നു, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും അച്ഛന്മാരുമായിട്ട് ചാരിച്ചിറച്ചിനൊക്കെ പറയും, ഇടയ്ക്കിടയ്ക്ക് വർത്താനം പറയും, അവരുടെ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോൾ അച്ഛന്മാർ ഇവർ ഈ പിള്ളേർ എന്നിട്ട് നമ്മുടെ ആ ക്രിസ്മസിൻ്റെ സമയത്തും ഒക്കെ എന്നാണെന്നറിയോ, ഈ നോയമ്പിന് പോയെന്ന് എന്നും പള്ളിയിൽ പോയിട്ട് അതിന് സമ്മാനമൊക്കെ മേടിക്കുന്ന ഉപ്പുമൊക്കെ ഇട്ടിട്ടേ പോയി. അപ്പം കുർബാന കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ്റെ മുറിയിലും കണ്ടി ഇന്ന് ഉപ്പിട്ടിട്ട് പോകണം, എന്നാലേ ഉള്ളൂ കുർബാന കണ്ടെന്നുള്ളതിന്. ആ പിന്നെ നല്ല പാടാനും ഡാൻസ് ചെയ്യാനും പടം വരയ്ക്കാനും ഒക്കെ കഴിവുണ്ട്. പടം വരയ്ക്കും, എന്നിട്ട് എന്നെ കൊണ്ട് കാണിക്കും, ഞാൻ അതിന് ഇത് കൺഗ്രാജുലേഷൻ പറയും. അതുപോലെ പിന്നെ ഇവിടെ ഇതൊന്നും വേണമെന്ന് പേപ്പറൊക്കെ വേണമെന്ന് പറഞ്ഞ് ഇവർ ചെന്നിട്ട് ഇച്ചിരിച്ച് 5 രൂപയ്ക്കും 10 രൂപയ്ക്കും പേപ്പർ മേടിക്കുമ്പോൾ ഞാൻ പറയും 500 പേപ്പർ 200 250 രൂപയ്ക്ക് ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞ് ഏറ്റുവാനുണ്ട്. 500 പേപ്പറിന്റെ നമ്മൾ എത്ര കെട്ടുണ്ട്, അതിനൊക്കെ 220 രൂപയൊക്കെ ആവുള്ളൂ. അങ്ങനെ പറഞ്ഞു വിട്ട് ഏറ്റുവാൻ്റെ ആ കടയിൽ നിന്ന് പോയി അവിടെ പോയി മേടിക്കും. ബാക്കി അവർക്കൊന്നിനും ഒരു കുറവ് കൂടെ ഞാൻ വരുത്തിയില്ല. എല്ലാ കൂട്ടം മാർക്കറ്റിൽ പോകുമ്പം ആഹാര സാധനം അവരുടെ ഇഷ്ടത്തിന് ആവശ്യമുള്ളതെല്ലാം കൂടെ സ്കൂളിലെ ഫീസിന് കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഈ ഇളയ മകളുടെ വീട്ടിലോ കൊച്ചുമകളുടെ വീട്ടിലോ അല്ലെ അനിയത്തിയുടെ വീട്ടിലോ രാജാക്കാട്ടിന് പോകും, എവിടെയെങ്കിലൊക്കെ പോകുമ്പോൾ അവരെ പറഞ്ഞു വിടും. ഞങ്ങൾ പോകുന്ന കൂട്ടത്തിലാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുപോകും. എൻ്റെ അമ്മയുടെ എനിക്ക് പോകുമ്പോഴാണെങ്കിൽ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ നിന്ന് നടക്കാതെ ചിലപ്പോൾ പിള്ളേരെ വിട്ടായിരിക്കും ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വരുന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഈ ഞങ്ങളും അവളും കൂടെ 3 പിന്നെ പിള്ളേർ 5 പേരായില്ലേ. എന്നിട്ട് അമ്മയുടെ ഇരിക്കുമ്പോൾ എന്നിട്ട് അവിടെ ചെന്നിട്ട് കുറേ മണിക്കൂറുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും. അന്നേരം അടുത്ത ഓട്ടോറിക്ഷ പിടിച്ച് അമ്മേനെ കൂട്ടി അല്ല. അപ്പോൾ പിള്ളേരുടെ കാര്യം ചോദിച്ചില്ലേ, തിരക്കി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ബേബി ആന്റണി ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പോകുന്നു. ഇല്ല ഹാൻഡ് റൈറ്റിംഗ് കുഴപ്പമില്ല, അവർ ആക്ടിവിറ്റീസിനൊന്നും കുഴപ്പമില്ല, പടം വരെ കാര്യങ്ങളുണ്ട്. സ്കൂളിലെ റീൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ മറ്റേ കപ്പുച്ചിൻ അച്ഛന്മാർ, കാർമലീത്ത മഠക്കാർ, സിസ്റ്റർമാർ, അവിടുത്തെ ഒരു അച്ഛനും കൂടെ ഇവിടെ കൊണ്ട് റീൽസ്, പാട്ട് അങ്ങനെയുള്ള പരിപാടി ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മൾക്ക് കല്യാണം പോയി അവിടെ ചെന്നിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഞാനും സിജിയോടെ പോയത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഞങ്ങൾക്ക് അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, ഈ ഒരു കാര്യം ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരുവും വേണമെന്ന് പറഞ്ഞു. കാരണം ഇത് ഇങ്ങനെ ഈ റീൽസ് ചെയ്യാനൊക്കെ ആയിട്ട് എന്താ സംഭവം ഉണ്ടായതൊരു എക്സ്പ്ലനേഷൻ. കാരണം ഒത്തിരി സന്തോഷം തോന്നി, കാരണം അത് ഒത്തിരി ആൾക്കാർ ഈ പിള്ളേർ പള്ളിയിൽ വേദപാഠത്തിനും ഒക്കെ വന്നിട്ട് പിള്ളേരെ കണ്ട് പിള്ളേരുടെ കൂട്ടത്തിലുള്ള പിള്ളേരും മറ്റ് സിസ്റ്റർമാരൊക്കെ പറഞ്ഞിട്ട് ഈ പിള്ളേരെ ഇവര് വിളിക്കുകയായിരുന്നു. ഈ പിള്ളേരെ അറിഞ്ഞ ഒരു പാവം പോലുള്ള കപ്പൂച്ചി സഭയിലുള്ള ആൾക്കാർ കാണിച്ചില്ല. എവിടെയാ പോയി കപ്പൂച്ചിന്റെ കാരിദാസിന്റെ അപ്പുറം ഉള്ളത് അതായത് കർമ്മലീത്ത മഠം എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ചത് ആലപ്പുഴ എവിടെയാണോ അവർ തയ്യാറാക്കിയെന്ന് ചോദിച്ചത്. അതൊന്നും ആലപ്പുഴ തയ്യാറാക്കിയത്. പക്ഷെ ഒരു പരിചയം പോലും പിള്ളേരോട് ഒരു പരിചയമുള്ള പാവം പോലും. ഞാൻ എന്നിട്ട് ആരാണ്ടരെയൊക്കെ ഈ ഫോണിനകത്തൊക്കെ ഇപ്പോഴും അത് കിടപ്പുണ്ട്. ഞാൻ കണ്ടതാ, അത് കണ്ടതാണ് അവിടെ ചെന്നത്. അപ്പൊ അതൊക്കെ ചെയ്തു. അവർക്ക് അതിനൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അവരെയും കൊണ്ടുപോയി അവർക്കുള്ള ഡ്രസ്സും എല്ലാം. പിള്ളേർ മരിച്ചതിന് ശേഷമാണ് ആ വീഡിയോ തയ്യാറാക്കിയെന്ന് തോന്നുന്നല്ലേ? അല്ല അതിന് മുമ്പൊക്കെ ഇറങ്ങിയതാ. പിന്നെ അതിറങ്ങി നമ്മൾ കാണുകയൊക്കെ ചെയ്താ. അല്ലാതെ ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടുണ്ട്. ആ പാട്ടൊക്കെ നേരത്തെ ഉള്ളതാ. ആ പാട്ടോട് കൂടി ആ സാധനം ആ റീഡ് ചെയ്തിരിക്കുന്നു. ഒരു അച്ഛനാ അതിന് ചെയ്തേ. എന്റെ അത് ഇതിനകത്ത് എല്ലാം എഴുതിയിട്ടുണ്ട്. ആ പാട്ടല്ലേ? ആ പാട്ട് ആ പാട്ട് ഇത് കഴിഞ്ഞിട്ടാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ പാട്ട് അതാ പറഞ്ഞ. അപ്പൊ അത് രണ്ടാമത്തെ എന്ന് പറഞ്ഞ സംഭവം എനിക്ക് തോന്നുന്നത് ഇത് മരിച്ചതിന് ശേഷം ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടായിരുന്നു ഞാൻ അവിടെ പോയത്. എന്താണ് ഇതിങ്ങനെ ഒരു ആൽബം ചെയ്യാൻ തയ്യാറായത്? ഈ പാട്ട് എന്തുകൊണ്ടാണ് നിങ്ങളത്? അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് കഴിഞ്ഞിട്ടായിരിക്കുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് വേറൊരു പാട്ടൊക്കെ വന്നിട്ട് ഒരു 4-5 പിള്ളേരും ഒക്കെ ഉണ്ട്. ആ കൂട്ടത്തിൽ ഈ നമ്മുടെ കാരിത്താസ് പള്ളി ഇടവേല തന്നെ പിള്ളേരുണ്ട്. വാക്ക് പോലും പറയാൻ അവർ തയ്യാറായില്ല. അപ്പൊ അതാ ഓരോരുത്തർ അവരെല്ലാം എല്ലാം ബ്ലോക്ക് ചെയ്ത് കാണുന്നേ പല സ്ഥലത്തുനിന്ന്. 15-30,000 രൂപ ക്യാപിറ്റേഷൻ ഫീ ആദ്യം കൊടുത്തു. അവരുടെ റെസീറ്റ് ഒന്നും ഉള്ളതല്ല. അഡ്മിഷൻ ഫീസ് ഒന്നല്ല, അതൊരു ക്യാപിറ്റേഷനാ തലേന്ന് മേടിക്കുന്നത്. അതിന്റെ റെസീറ്റ് ഒന്നും ഇല്ലാത്ത. പപ്പ ഈ പിള്ളേർക്ക് അഡ്മിഷൻ ഫീ ആയിട്ട് കൊടുത്തില്ലായിരുന്നോ? കൊടുത്തായിരുന്നു. പിന്നെ അപ്പൊ അത് ഷൈനി ചുങ്കം വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസം തുടങ്ങിയപ്പോൾ പിള്ളേരെ സ്കൂളിൽ ചേർത്തല്ലോ. ചേർത്തു. ജൂൺ മാസത്തില് ജൂൺ 10 കഴിഞ്ഞ് 11-ാം തീയതി പിള്ളേരെ കൊണ്ട് സ്കൂളിൽ ചേർത്തു. അഡ്മിഷൻ ഫീ കൊടുത്തില്ല. കൊടുത്തു. അഡ്മിഷൻ ഫീസ് ഈ 15-30 എന്ന് പറയുന്ന ഒരു ക്യാപിറ്റേഷൻ ഫീസാ സ്കൂളിനുള്ളതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പുസ്തകത്തിന്റെ പൈസയെ മറ്റ് ഫീസുകളെല്ലാം കൂടെ കൂട്ടി ഒരു തുകയാ. അത് വേറെ കൊടുത്തു. എത്ര രൂപ കൊടുത്തായിരുന്നത്? അത് പിന്നെ ആദ്യം 15-30 കൊടുത്തു. മറ്റേ 10,000 രൂപ യൂണിഫോമിന് കൊടുത്തു. പിന്നെ 7,400 രൂപ എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ പൈസ കൊടുത്തു. പിന്നെ ഒരു ക്വാർട്ടർ 2 പേർക്ക് കൂടെ ഒരു ക്വാർട്ടറിനുള്ള ഫീസ് പിന്നെ 20,000 രൂപയോളം വരും. 3 ടൈമായിട്ടാണ്. ആദ്യത്തെ ഞാൻ കൊടുത്തു. രണ്ടാമത്തെ പിന്നെ ഇടയ്ക്ക് വന്നപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു, അത് അവള് കൊടുത്തു. ലാസ്റ്റ് വന്നപ്പോൾ 23,000 രൂപ ഞാൻ പിന്നെ പിള്ളേരുടെ ഞാൻ കൊടുത്തു വിട്ടു. അങ്ങനെ 3 ഇതായിട്ട് അവരുടെ ഇപ്പൊ ആ പുസ്തകം ഇതുണ്ട്, കലണ്ടർ, അതൊക്കെ അറിയാം കൊടുത്തേ. പിന്നെ അവര് 3 പേരും
പിന്നെ എൻ്റെ ഇളയ മകളും മൂത്ത മകനും രണ്ടാമത്തെ മകനും പൈസ അയച്ചു തന്നു. അതിൽ ഈ മൂത്ത ആമക്കൾ 2 പേരും എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു തന്നു. പിന്നെ എൻ്റെ ഇളയ മകളെന്ന് പറയുന്ന അവിടെ അക്കൗണ്ടിലേക്ക് പൈസ അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഇവിടെ ജോലിക്ക് കയറിയില്ലേ, ജോലിക്ക് കയറി കഴിഞ്ഞ് ഇവർ സാലറി കൊടുക്കണം, ഒരു സാലറി അക്കൗണ്ട് വേണം. ഈ സാലറി ഇവർക്ക് ഇവിടെ കാരിത്താസിലെ ഫെഡറൽ ബാങ്കിലാണ് ഇവരുടേത്. അപ്പോൾ അവിടെ ചെന്ന് ഇവിടെ വേറെ സാലറി അക്കൗണ്ട് തുടങ്ങി. ആ അക്കൗണ്ടിലേക്ക് എൻ്റെ 3 പേരും, എൻ്റെ മൂത്ത മകനും ഇളയ മകളും ഇളയ മകനും എല്ലാവരും ആ അക്കൗണ്ടിലേക്ക് അവർക്ക് നേരിട്ട് പൈസ അയച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് സഹായിക്കാറുണ്ടായിരുന്നല്ലേ? പിന്നെ എല്ലാ കാര്യങ്ങളും അവൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സാമ്പത്തികമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നോ? ഇപ്പം ഷൈനി മരിക്കുമ്പോൾ ഷൈനിയുടെ ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ടിൽ മാത്രം എൻ്റെ മക്കൾ അയച്ചത് 1 ലക്ഷം രൂപ മിച്ചം കിടപ്പുണ്ട്. സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടോ? ഞാൻ പപ്പയോട് തുറന്ന് ഞാൻ ചോദിക്കട്ടെ, സാമ്പത്തികമായിട്ട് ഷൈനി വളരെയധികം ബുദ്ധിമുട്ടി, പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടി, എല്ലാ രീതിയിലും കഷ്ടപ്പെടുത്തി എന്നാണ് ചാനൽ മൊത്തം. സാറിന് ചാനലിൽ ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റിയില്ല. പക്ഷെ എനിക്കത് സങ്കടം തോന്നുന്നുണ്ട്. എന്താണേലും സങ്കടം തന്നെയാണത്. കാരണം പപ്പേനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നത് പപ്പ മാനസികമായിട്ട് പപ്പ അത്ര വളരെ ടയേർഡിലായിരുന്നു. ആ സമയത്ത് പപ്പയെടുത്ത് വന്ന് ചോദിക്കാനായിട്ട് എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. അതിനുശേഷം പല ചാനലുകാരും ഇവിടെ വന്നു. എത്രയോ ചാനലുകാർ വന്നു പപ്പയുടെ? എത്ര എണ്ണം വന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അറിയത്തില്ല. അപ്പൊ ഈ കാര്യങ്ങളൊന്നും അവരാരും ചോദിച്ചില്ല. അവര് ചുമ്മാ ഇങ്ങനെ, അതായത് ഈ അയൽക്കൂട്ടത്തിലെ ഒരു ലോണിന്റെ പ്രശ്നം ഉണ്ടല്ലോ, അതിട്ടുകൊണ്ട് ഇവിടെ എന്നെ സാമ്പത്തികമായിട്ട് അവളെ ബുദ്ധിമുട്ടി, അങ്ങനെ അതുകൊണ്ട് അങ്ങനെ ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് ആൾക്കാർ പിന്നെ പറഞ്ഞ് ഒരാൾ 1 പറഞ്ഞു, പിന്നെ 2 പേര് 2 പറഞ്ഞ്, ഇച്ചിരി ഉള്ളത് 1 9 ആക്കി പറഞ്ഞു, അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതിനെല്ലാം തിരിച്ചൊരു ഇത് കൊടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയില്ല. ഞാൻ പറഞ്ഞാലേ അറിയുള്ളൂ. ഞാൻ ചോദിച്ചു 1 ലക്ഷം രൂപ പപ്പയുടെ മോളുടെ, അതായത് ഷൈനിയുടെ അക്കൗണ്ടിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ ഷൈനി വേണമെങ്കിൽ ആ പൈസ എടുത്ത് കുടുംബശ്രീ ലോൺ എടുത്ത് അടയ്ക്കായിരുന്നു. പക്ഷെ ഷൈനിക്ക് ഉള്ളിൽ ഷൈനിക്ക് തോന്നി 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞ എന്താ സിജോയ്ക്ക് എന്നാ മനസ്സിലായേ? ഞാൻ പറഞ്ഞ എൻ്റെ മകള് മരിക്കുന്ന സമയത്ത് പോലും ഇപ്പൊ ആ ബാങ്കിൽ വീണ്ടും ആ കാശ് അവിടെ കിടപ്പുണ്ട്. അത് അങ്ങനെ 1 ലക്ഷം രൂപയിൽ കൂടുതൽ അവിടെ ബാലൻസ്, എൻ്റെ മക്കൾ അയച്ചു കൊടുത്ത ബാലൻസ്, ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ബാലൻസ് ഉണ്ടെന്നാ പറഞ്ഞേ. മരിക്കുന്ന സമയത്ത് പോലും ഉണ്ട്. ഷൈനിനെയും പിള്ളേരെയും ഈ പപ്പയുടെ മക്കള്, അതായത് പപ്പയ്ക്ക് മൊത്തം 5 മക്കളാണല്ലോ. അതിലാണല്ലോ ഷൈനി 5 മക്കൾ. അത് മൂത്ത മകള് ഷൈനി, ഏറ്റവും മൂത്താണ് ഷൈനി. ഈ ഇളയ ആൺപിള്ളേര് നടുക്കുള്ളതാണോ? നേരെ ഇളയത് ആണ്. അതിന്റെ ഇളയത് ഒരു പെണ്ണ്, അതിന്റെ ഇളയത് വീണ്ടും ഒരു പെണ്ണ്, ഉള്ളേരും ഇളയത് 5-ാമൻ ആണ്. ഇവരെല്ലാം ജോലിക്കാരാ അല്ലേ? ഇപ്പൊ നിലവിൽ അല്ല, രണ്ടാമത്തെ നമുക്ക് ജോലിയൊന്നുമില്ല. അവളൊരു ബ്യൂട്ടി പാർലർ പോലെ ഇപ്പൊ നടത്തുന്നേ ഉള്ളൂ. കാലത്തില്ല, ബ്യൂട്ടി പാർലർ പോലെ ആ പെര പണിതപ്പോൾ അതിനകത്തൊരു മുറി ഉണ്ടാക്കി. അവള് ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് നേരത്തെ അവൾക്ക് അതിന്റെ പണി അറിയാവുന്നതുകൊണ്ട് അങ്ങനെ ഒരു തർക്കം മാത്രം. ഷൈനിക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു. സാമ്പത്തികമായിട്ട് ഇവള് മരിക്കുന്ന നേരം വരെ ഇല്ല. മരിക്കുമ്പോഴും അവിടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെന്നേ പൈസ. അത് തന്നെയല്ല, ഈ അയൽക്കൂട്ടത്തിലേക്ക് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 3 മാസത്തേക്ക് ഒരു 36,000-38,000 രൂപ ഗൂഗിൾ പേ വഴി അവൾ അടച്ചിട്ടുണ്ട്. എസ് ബി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഷൈനിയുടെ ഫോണിൽ ഗൂഗിൾ പേ ആയിട്ട് പിന്നെ അയൽക്കൂട്ടത്തിലേക്ക്, പുലരി അയൽക്കൂട്ടത്തിലേക്ക് അയച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ കയറി പോവാ. എന്നാലും ചോദിക്കാൻ വയ്യ. പുലരി അയൽക്കൂട്ടത്തിൽ നിന്നും പപ്പയുടെ മോളെ അസഫ്യം പറയാറുണ്ടായിരുന്നു വിളിച്ച്. അവര് വല്ലാതെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. വിളിച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ ഇടയ്ക്ക് ഫോൺ എന്നാ മറുപടി പറയണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞ് ഫോൺ എടുക്കാതെ അല്ല. അതിപ്പോ എങ്ങനെയാ പറഞ്ഞെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ. അതില്ല ഞാൻ പറഞ്ഞു. അപ്പൊ അത് വിളിക്കുന്നു, അവിടെ കാര്യമില്ലേ അത്. വീട്ടിലേക്കും പുലരിന്ന് വിളിക്കാറുണ്ടായിരുന്നു, കുടുംബശ്രീന്ന്. അത് ഈ മറ്റേ ആന്റിക്ക് ഇവൾക്ക് വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ആന്റിയുടെ നമ്പർ അവിടെ ചോദിച്ചാൽ കിട്ടും. തോട്ടുങ്ങക്കാരുടെ അവിടെ തിരക്കി കഴിഞ്ഞാൽ ഈ ആന്റിയുടെ നമ്പർ കിട്ടുന്നതുകൊണ്ട് ഷൈനി എടുക്കാതെ വന്നപ്പോഴത്തേന് ആന്റിക്ക് വിളിച്ചെന്ന് ആന്റി പറയുന്നത്. ഇതൊക്കെ ഇത് കഴിഞ്ഞ് അറിയുന്ന കാര്യം, ഞാൻ അറിഞ്ഞിട്ടില്ല. വോയിസിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഈ വോയിസ് ഈ പുള്ളി എൻ്റെ മകള് മരിക്കുകയോ നമ്മൾ മരിച്ചടക്കുകയോ ചെയ്തപ്പോൾ ഒന്നും ഞാൻ ഈ വോയിസ് കേട്ടിട്ടില്ല. ഈ മരിച്ചടക്കം എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പല ചാനലുകാരുടെ യൂട്യൂബിനകത്തും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ കിടക്കുമല്ലേ, അതിങ്ങനെ നോക്കി വന്ന സമയത്താണ് ഈ ബെന്നിയുടെ വോയിസ് ഞാൻ കേൾക്കുന്നത്. ഈ ബെന്നിയുടെ വോയിസ് കേട്ടിട്ട് എന്താ തോന്നിയത്? ബെന്നിയുടെ വോയിസ് കേട്ടപ്പോഴേ ബെന്നി ആദ്യം പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാ. അത്രയേ ഉള്ളൂ. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഏത് കാര്യങ്ങള്? ഈ എൻ്റെ മകനും മകളുടെ കെട്ടിയവനും കൊച്ചും കൂടെ ഇവിടെ വന്നാലേ ബോഡി കൊടുക്കുകയുള്ളെന്നും, കാരിത്താസിൽ നിന്ന് എടുത്ത് ഇവിടെ കൊണ്ട് വെക്കുമെന്നും, അത് ഇവിടെയുള്ള ആൾക്കാർ കണ്ടു തീരുന്ന മുറയ്ക്ക് പിന്നെ നോബിയും എഡ്വിനും കൂടെ ഇവിടെ വന്നാൽ അവരുടെ ബോഡി കൊടുക്കുകയുള്ളെന്നും, വേറെ ആര് വന്നാൽ കുടിക്കുകയെന്ന് പറഞ്ഞ് തീരുമാനിച്ചത് എൻ്റെ 2ാമത്തെ മകളെ കെട്ടിയവനാണ് പറയുന്നത്. അപ്പോൾ അത് പുറകിൽ നിന്ന് തന്നെ ചോദിച്ചു. ബാക്കി ഇവരൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ
പപ്പയുടെ തീരുമാനങ്ങളായിരുന്നു അത്? ഞാൻ പപ്പയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ 2 തീരുമാനമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെ തീരുമാനം? 11:30, അതായത് ബോഡി എടുത്ത് കൂടെ കൊണ്ട് വെച്ചിട്ട് ഇവിടെയുള്ള ആൾക്കാർ കണ്ടു തീരുന്നവരെ, ഇവിടെ ഒരു ഓഫീസും ചെല്ലുന്നവരെ ഈ മുറിക്കകത്ത് കൊണ്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നോബിയും എഡ്വിനും വരുന്ന സമയത്ത് അവരെ ബോഡി ഏൽപ്പിക്കുക. മനസ്സിലായോ? അതായത് ശനിയാഴ്ച നമ്മുടെ തീരുമാനം എന്ന് പറയുന്നത് ശനിയാഴ്ച നേരം ഇവിടുത്തെ പള്ളിമുറ്റത്തൊക്കെ വെച്ചുള്ളത് ഇവിടെ തിങ്കളാഴ്ച ഇവിടെ അടക്കുന്നതായിട്ടില്ല തീരുമാനം. അത് കഴിഞ്ഞ് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞപ്പോഴത്തേനാണ് പിന്നെ മാറി പറഞ്ഞെല്ലാം പ്രശ്നം വരുന്നത്. എന്നിട്ട് ശനിയാഴ്ച രാത്രി ആയപ്പോഴത്തേനാണ് തീരുമാനം അങ്ങനെയാകുന്നത്. ശനിയാഴ്ച രാത്രിയിലെ തീരുമാനമാണ് ഇപ്പോൾ ഈ പുള്ളി പറഞ്ഞത്. വെള്ളിയാഴ്ച 9 വരെ ആയപ്പോഴാണ് പുള്ളി മരിച്ച വിവരം അറിഞ്ഞെന്നും പുള്ളി അങ്ങോട്ട് പോയത്. അപ്പം ഞാൻ ചോദിക്കുന്ന ഈ ബെന്നി എന്ന് പറയുന്ന ബെന്നി ഇല്ലിക്കൽ എന്ന് പറഞ്ഞ ഈ MED കാസർഗോഡിന് പോയ പുള്ളി എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്തുകൊണ്ടിരുന്നത്? പപ്പനെ വിളിക്കാറുണ്ടായിരുന്നോ? എന്നെ അല്ലെന്ന്, ഈ അവരുടെ വിവരങ്ങളെല്ലാം പുള്ളി എന്തിനാ തിരക്കുണ്ട്? ഇതെല്ലാം പുള്ളി ഉണ്ടാക്കിയ കാര്യങ്ങളാണ് പുള്ളി. അതെയോ? നോബി ഷൈനിനെ കണ്ടമാനം ഉപദ്രവിച്ചല്ലോ, അതിന്റെ പേർക്ക് ഗാർഹിക പീഡനത്തിനാണെങ്കിൽ ഷൈനി കേസ് കൊടുത്തായിരുന്നു. തൊടുപുഴ സ്റ്റേഷൻ കോടതിയിലും കേസ് കൊടുത്തായിരുന്നു. അപ്പൊ ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഈ ഷൈനിയുടെ ബോഡി, അതായത് മക്കളുടെ ബോഡി, ഷൈനിയുടെയും മക്കളുടെയും ബോഡി അടക്കാനായിട്ട് എന്തിനാ സമ്മതിച്ചേ? അതിനെന്തറിയോ സമ്മതിച്ചെന്ന് പറഞ്ഞാൽ റൈറ്റ് അവർക്കാന്ന് പറയുന്നു. ആരാ പറയുന്നത്? ചേന്നാക്കുഴിയച്ചൻ. എന്നോടല്ല, ഞാൻ ആരുമായിട്ട് സംസാരിച്ചിട്ടില്ല. എൻ്റെ രണ്ടാമത്തെ മകളെ കെട്ടിയവനും എന്നോട് ആണ് ഇവർ പറയുന്നത്. ഏതാ എഡ്വിനും എന്നാ സിബി, നോബിയുടെ അനിയനും നോബിയുടെ അനിയൻ്റെ ഭാര്യയും കൂടെ വന്ന് അച്ഛൻ്റെ എനിക്ക് ആവശ്യപ്പെട്ടു. ഞങ്ങൾക്ക് ഇവിടെ കുടുംബക്കല്ലറയുണ്ട്, എൻ്റെ മകളെ. ചേനാക്കുഴിയച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ ഇടവപ്പള്ളിയിൽ അച്ഛനാണോ? ചുങ്കപ്പള്ളി വികാരിച്ചൻ്റെ കാര്യമായി പറയുന്നത്. ചേന്നാക്കുഴി, ജോൺ ചേന്നാക്കുഴി. അപ്പം ആ പുള്ളിയുടെ ഇരിക്കൽ ഇവർ ചെന്നപ്പോൾ പുള്ളിക്ക് പിന്നെ അവർ പറയുന്നത് കേൾക്കാൻ, കാരണം നമ്മൾ ഡൈവോഴ്സ് ആയിട്ടില്ലല്ലോ. നമ്മൾ പോയി അവിടെ കൊടുത്തിരിക്കുന്ന ഈ 2004 ജൂൺ 9 ഇവനെ ഇറക്കി വിട്ടിട്ട് ഞാൻ ചെന്ന് ഉണ്ണിയുടെ വീടിൻ്റെ വാതൊക്കെ വഴിയിൽ നിന്ന് എൻ്റെ ഒരു കൊച്ചിനെ ഇവിടെയും കൂടെ കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലും വനിതാ സെല്ലിലും എല്ലാം പോയേച്ച് വീണ്ടും ഈ പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ആ ചുങ്കം വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ഇരുന്ന മൂത്ത പെണ്ണിനെയും കൂടെ കൂട്ടിക്കൊണ്ട് രാത്രി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോരുമല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ കേസ് എന്ന് പറയുന്നത് വനിതാ സെല്ലിൽ അന്ന് രാത്രി 2024 ജൂൺ 9 രാത്രി 12 മണിക്ക് ശേഷം അവിടെ രജിസ്റ്റർ ആയിരിക്കുന്നത്. എൻ്റെ റെസീറ്റ് കിട്ടിയത് ഞാൻ ഫാമിലി കോർട്ട് കൊടുത്തിട്ടുണ്ട് ഒറിജിനൽ. അത് എന്നിട്ട് ബാക്കി കേസ് എന്ന് പറയുന്നത് പിറ്റേ ദിവസം രാവിലെ പിറ്റേ ദിവസം രാവിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഏറ്റുമാനൂർ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവിടുന്ന് അവൾ പോന്നപ്പം അന്ന് കിട്ടിയ ചവിട്ട ഇടിയും കാര്യങ്ങളും എല്ലാം കൂടെ കൂടി പിന്നെ ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഇവളോട് ആശുപത്രിയിൽ പോകാമെന്ന് വിളിച്ചിട്ട് ഇവള് പിന്നെ വേണ്ടെന്ന്. അപ്പം മൂക്കുമില്ല, മുറിഞ്ഞ് മുഖമെല്ലാം നീര് വെച്ച് പിന്നെ ചതവിൻ്റെ പാടുകൾ ഈ അടിച്ചതിൻ്റെ, പിന്നെ ഈ വയറ്റിൻ്റെ ഒന്നും ഞാൻ മകളല്ലേ ഞാൻ നോക്കിയില്ല. ഇല്ല, അതിൻ്റെ ഒന്നും ഫോട്ടോ ഒന്നും എടുത്തിട്ടൊന്നുമില്ല. 5 വർഷം മുമ്പ് ഇവിടെ പിന്നെ പെടലിക്ക് കുത്തിപ്പിടിച്ച് ഞെക്കി കൊല്ലാൻ തുടങ്ങി. പണി തീരാത്ത ബാത്റൂമിനകത്തേക്ക് എടുത്തെറിഞ്ഞ് പെടലിയെല്ലാം കൂടെ കരുവാളിച്ച് കിടക്കുന്നു നോബി. അത് 5 വർഷം മുമ്പത്തെ 2020 ഒക്ടോബർ മാസത്തിലാണ്. അനൂപായെന്നാ തോന്നുന്നുണ്ട്. അനൂപുള്ള സമയമാണെന്ന് തോന്നുന്നു. അനൂപക്കുള്ള, അതായത് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ആ അടുക്കളയെന്ന് പറയുന്നത് ഇതിലും മുഴുത്ത അടുക്കളയായിരുന്നു ഇപ്പോൾ അവിടെയുള്ള അടുക്കള. ആ അടുക്കളയുടെ ഒരു അരികിലേക്ക് ഇപ്പുറത്തെ ഒരു മുറി ഇങ്ങനെ ഭിത്തി കയറ്റിക്കൊണ്ട് വന്നിട്ട് അവിടെ ഒരു ബാത്റൂമും കൂടെ വന്നു ഇപ്പോൾ ആ പുള്ളിക്കാരത്തി കിടക്കുന്നത്. അപ്പോൾ അന്നേരം ആ അടുക്കള അത്രയും കൂടെ ചെറുതായി. അടുക്കളയുടെ ആ തീ കത്തിക്കുന്ന അടുപ്പും എല്ലാം കൂടെ വരുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു ഇങ്ങോട്ട്. അവിടെ കുറച്ചുകൂടെ ഇങ്ങോട്ട് ചെറുതാക്കിക്കൊണ്ട് അടുക്കള ചെറുതാക്കിയിട്ട് അവിടെ ഒരു ബാത്റൂം, ആ ബാത്റൂമിലേക്ക് ഇവിടെ വലിച്ചെറിയുമായിരുന്നു. എൻ്റെ ഒന്നും പണി തീർന്നിട്ട് പോലും ഇല്ല അതിൻ്റെ വാതിൽ. അപ്പം കൊച്ചുങ്ങളത് കണ്ട് കരച്ചിലും കൂട്ടക്കരച്ചിലും നെരുപടിയില്ല. എന്നിട്ട് പിള്ളേരെടുത്ത ഫോട്ടോ അതിൻ്റെ ഫോണിനകത്ത് കിടന്നത് ഞാൻ അന്ന് പിന്നെ ഈ 9 മാസം മുമ്പ് അവിടെ കേസ് കൊടുത്തപ്പോൾ അവിടെ എടുത്തിട്ട് അതിൻ്റെ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ്റെ വാതക്കലുള്ള ഫോട്ടോ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തുനിന്ന് എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേന് ഇവർ ഇത് കാണുന്നില്ല. പിന്നെ ഈ ഡേയും ഡേറ്റും ആണ്ടും ഒക്കെ ഫോട്ടോയിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സാധനം പുറത്തുനിന്ന് പറഞ്ഞ് നമ്മൾ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഷൈനി എടുത്തുകൊണ്ട് വന്നു. അത് കൊടുത്തപ്പോൾ അപ്പോൾ ഈ ഡേയും ഡേറ്റും ഒക്കെ ഉള്ളത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ വാതൊക്കെ അവർ പറഞ്ഞു വിട്ട സ്റ്റുഡിയോ ഉണ്ട്. ആ പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറുമ്പോൾ ആ കോമ്പൗണ്ടിനകത്ത് തന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയുടെ അപ്പോൾ അത് പിന്നെ കുറച്ചുകൂടി നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞാൽ രണ്ടാമത് വീണ്ടും ഫോട്ടോ എടുത്ത് ആ ഫോട്ടോയിൽ കൂട്ടി അവിടെ ഒരെണ്ണം കൊടുത്തിട്ടാണ് പോകുന്നത്. ഈ സ്ത്രീ സുരക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം ഉണ്ടാവും. അങ്ങനെ അല്ല, സ്ത്രീ സുരക്ഷ എന്ന് പറഞ്ഞാൽ കമ്പനി. അപ്പോൾ പിറ്റേ ദിവസം ഈ 10-ാം തീയതി ഞാൻ ഇവിടെ കൊണ്ട് ഇവളും ഞാനും ആ ഇളയ കൊച്ചിന് ചെവിവേദനയായിരുന്നു. അവള് അതൊന്നും ശ്രദ്ധിച്ചു കാണില്ല. ശ്രദ്ധിച്ചു കാണാൻ ഷൈനി ശ്രദ്ധിക്കായി ഒന്നുമില്ല.
പരിഗണിച്ച് കാണിയാലായിരിക്കും, അതായിരിക്കും സത്യം. അത് മറ്റത് വനിതാ സെല്ലെന്നാണ് പറഞ്ഞു. പോലീസ് സ്റ്റേഷനകത്തെ ഉള്ള വനിതാ സെല്ലെന്ന് പറഞ്ഞാൽ ആ സ്ത്രീകൾക്കുള്ള ഒരു സെക്ഷനാണ് അത് വനിതാ സെല്ലെന്ന്. മറ്റേ വനിതാ കമ്മീഷൻ വേറെ, വനിതാ സെല്ല് വേറെ, രണ്ടാ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആ ഡോക്ടറെ പോയി കണ്ടിട്ട് ഡോക്ടർ ഇവിടെ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഏറ്റുമാനൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഈ ചവിട്ടും എല്ലാം കൂടെ കിട്ടി, ഈ അടിവേറും എല്ലാം കൂടെ ഈ 3 സിസേറിയൻ ചെയ്ത പെണ്ണല്ലേ, അപ്പം ഈ കരിവാടിച്ച് ചവിട്ടിൻ്റെ എല്ലാം കൂടെ കിടക്കുക. അപ്പോൾ എന്നിട്ട് ആ പുള്ളിക്കാരത്തി തന്നെ ഇവിടെ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് കതവ് തുറന്ന് പുറത്തിറങ്ങി വന്ന് എന്നോട് പറഞ്ഞു ഇത് ഇൻറ്റിമേഷൻ കൊടുക്കേണ്ട കേസാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവിടുന്ന് പിന്നെ ആ OP ടിക്കറ്റിൻ്റെ അകംപുറമൊക്കെ എഴുതി അയച്ചു. അതേ മരുന്ന്, ഓയിൻമെൻറ്റ്, ചൂട് പിടിക്കാനുള്ളത്, ഗുളികയെല്ലാം കൂടെ എഴുതി അപ്പം പിറ്റേ ദിവസം എന്നിട്ട് ഞാൻ അന്നേരമൊക്കെ ചെയ്തെന്ന് പറഞ്ഞ് കൃത്യം കാര്യങ്ങൾ ഞാൻ ചെയ്തു. എന്നിട്ട് ഈ ആശുപത്രിയും കൊണ്ട് ഇവിടെ വന്നു. അന്ന് തന്നെ ഞാൻ ഹോളി ക്രോസിൽ പിള്ളേരുടെ പഠിത്തം കളയരുത്. പിള്ളേർക്ക് കാരണം 9-ാം തീയതി ആയപ്പം 5-ാം തീയതി എങ്ങാണ്ട് അവിടെ എനിക്ക് ക്ലാസ് തുടങ്ങിയുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ആണ്ടി തുടങ്ങിയത് കൃത്യം 3-ാം തീയതി 4-ാം തീയതി എങ്ങാണ്ടാണ് ക്ലാസ്. അപ്പോൾ ഇവർ 2 ദിവസം മറ്റേ ആകപ്പാടെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ചോദിക്കാനും പറയാനും അവിടെ ചെന്നോ? ഇല്ല, അങ്ങനെ എന്നാ പറയാം. അത് എനിക്ക് പണ്ട് മുതലേ പറ്റി ഈ 5 വർഷം മുമ്പത്തെ കാര്യങ്ങളും ഇവിടെ ആങ്ങളമാരും ഒക്കെ അതിനൊക്കെ ക്ഷമയുടെ നെല്ലിപ്പലയുള്ള ഒരു മനുഷ്യനാണ് ഞാൻ. ഒന്നിന് ഞാൻ ഈ നിങ്ങൾ ഇതിലൊക്കെ നടന്ന് കുറേ പേരോട് ചോദിച്ചു, ഞാനൊരു കള്ളു പിടിച്ച് ഒച്ച വെച്ച് വഴക്കുണ്ടാക്കി, ഈ വീട്ടിലുണ്ടാക്കിയോ, വഴി കിടന്നോ, നാട്ടുകാർ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയതോ, തല്ലുണ്ടാക്കിയതോ, അങ്ങനെയൊന്നും എൻ്റെ പേരിലൊരു ചെയ്ത് ശീലം ഉണ്ടായിട്ടല്ലോ. കാണിക്കുമ്പോൾ അറിയാതെ നമ്മൾ ചെയ്തു പോകുമല്ലോ. സ്ട്രോങ് ആയിട്ട് പപ്പയ്ക്കില്ലേ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആമ്പിള്ളേരൊക്കെ ഓരോ സ്ഥലത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഓരോ സ്ഥലത്ത് ഇപ്പോൾ ഈ ഷൈനൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ 12 കൊല്ലത്തോളമായി മുമ്പ് സൗദിക്ക് പോകുന്നത്. അതിനു മുമ്പ് അവൻ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ. അപ്പോൾ പിള്ളേരൊന്നും ഈ ഇതില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഒറ്റയ്ക്ക് ജീവിതം തുടങ്ങിയിട്ട് ഷൈൻ്റെ കൂട്ടുകാരെ കൊണ്ടാണ് ചോദിപ്പിക്കാലോ. അല്ലെന്നേ അങ്ങനെ ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ലാതെ ഇവിടെ 5 ആങ്ങളമാരുണ്ടെന്നേ. എൻ്റെ അനിയന്മാരുണ്ട്, എൻ്റെ ചേട്ടനുണ്ടൊക്കെ ഇല്ലേ. പിന്നെ ഇപ്പോൾ ഈ ജെയ്സൺ കാരണം ഇവിടെ കല്യാണം കഴിച്ച് 1 കൊല്ലം കഴിഞ്ഞപ്പോൾ അവരെ അനിയത്തിയും 2-ാമത്തേനെ കെട്ടിച്ചു കൊടുത്താ. അപ്പോൾ അവനും ഒക്കെ ഇല്ലേ. പക്ഷേ നോബിയുടെ കർണം അടച്ചൊന്ന് പുകച്ചാൽ കഴിഞ്ഞായിരുന്നെങ്കിലും ഉണ്ടല്ലോ. സത്യം പറഞ്ഞു നേരത്തെ എൻ്റെ ഞാൻ വീട്ടുമായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു എന്നോടൊന്ന് പോപ്പേന്ന് വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അങ്ങനെ നമ്മൾ തമ്മിൽ ഇപ്പോഴല്ലേ പരിചയപ്പെട്ടെ, അതിന് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളല്ല. അപ്പോൾ അന്നൊന്നും ഈ എൻ്റെ സ്വഭാവം എന്നായിരുന്നറിയോ, കാരണം ഇവളോട് ഞാൻ പറഞ്ഞു എൻ്റെ മാനെ എങ്ങനെയാണ് സഹിച്ചു. ഇവളും ഇവളോട് എത്ര പറഞ്ഞാൽ ഇവള് പോലീസ് സ്റ്റേഷനിൽ പോകാനോ കേസ് കൊടുക്കാനോ ഞങ്ങൾ അങ്ങോട്ട് ചെന്ന് ബഹളം ഉണ്ടാക്കാനൊന്നും ഇവിടെ സമ്മതിക്കുന്നില്ല. ഇവള് പറയുന്ന ഒരു അച്ഛനും 2-3 കന്യാസ്ത്രീമാരും ഒക്കെ ഉള്ള വീട്, അവർക്കൊരു നാണക്കേട് വരുത്തണ്ട, പ്രശ്നം ഉണ്ടാക്കണ്ട. അത് തന്നെയാണ് നിങ്ങൾ വീടാ ഏറ്റവും കൂടുതൽ നശിച്ച് സമാധാനം ആ കുടുംബത്തിലില്ല. നിങ്ങൾ അച്ഛന്മാരും കന്യാസ്ത്രീമാരുള്ള വീട്ടിൽ ചെന്ന് കഴിഞ്ഞാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തില് ആരെങ്കിലും സ്നേഹത്തിലോ ഇപ്പം മനസ്സിലായി. ഇപ്പോഴല്ലേ അതെല്ലാം മനസ്സിലാകുന്നത്. നമ്മളീ 15-16 കൊല്ലം ഇപ്പം 16 കൊല്ലം ഞാൻ അറിയാവുന്ന ഒരു വീട്ടില് 3 കന്യാസ്ത്രീകളുണ്ട്. അത് അമ്മയുടെ അനിയത്തിമാര് 3 കന്യാസ്ത്രീമാരുണ്ട്. അതുപോലെ തന്നെ ആ പുള്ളിയുടെ ഭർത്താവിന്റെ ചേട്ടനോ അച്ഛനാ സ്വസ്ഥയും സമാനമില്ല, ഡൈവോഴ്സും ആയിട്ട് 2 കല്യാണം കഴിഞ്ഞിട്ട് താമസിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഇവിടെ അങ്ങനെ അവിടെ ജീവിക്കുകയും ഇവിടെ ഒരു കുഞ്ഞുണ്ടായപ്പോൾ മുതലേ അവിടെ പ്രശ്നമായി. ഒരു കുഞ്ഞുണ്ടായെന്ന് പറഞ്ഞാൽ അതായത് ഞാൻ 2009 ജനുവരി ഇവിടെ കല്യാണം കഴിക്കുന്നു. 2010 ആയപ്പോഴത്തേക്ക് മൂത്ത കൊച്ചുണ്ടായി. അപ്പോൾ അതിനെയും കൂടി ആയിട്ട് ഇവിടെ മംഗലാപുരത്ത് BSc നഴ്സിംഗ് പോസ്റ്റ് BSc പഠിക്കാൻ പോയപ്പോൾ അങ്ങ് പോയി. അപ്പോൾ ഈ കൊച്ച് ഇവിടെ ഉണ്ടായി, മൂത്ത കൊച്ച്. അവിടുന്ന് ഒരു സീരിയസ് ആയിട്ട് കൊണ്ടുവരുമായിരുന്നു. പോകുന്ന വഴിക്ക് ഇത് ലീക്കെല്ലായി പ്രശ്നമായി. ഇവിടെ വന്നു കാർന്നൂർ നല്ല പൂസും പുറത്താണ് വണ്ടിയായിട്ട് ഇവിടെ കൊണ്ടുവരുന്നത്. കാർന്നോരാണ് കൊണ്ടുവരുന്നത്. ഈ എഡ്വിനെ ആദ്യത്തെ പ്രസവത്തിന് എൻ്റെ മകളെ കൊണ്ട് വരുന്ന അവിടുത്തെ കാർന്നോരാണ് വരുന്നത്. ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഇവിടെ കൊണ്ടുവന്ന് കാരിത്താസിലാക്കി അവസാനം അത് പിന്നെ ഡേറ്റ് ആകാതെ തന്നെ കൊച്ച് ആ മച്ചുറായിട്ട് പ്രസവിച്ചതല്ലേ എഡ്വിൻ. അപ്പോൾ അത് വന്നിട്ട് ഇവിടെ നമ്മൾ കൊച്ചിനെ എല്ലാം പരീക്ഷിച്ചു. പിന്നെ ഇതെല്ലാം എടുത്തിട്ട് അങ്ങോട്ട് മാമോദീസ കഴിഞ്ഞ് കൊണ്ട് വിടാനിരിക്കുമ്പോൾ ഉണ്ണിക്ക് കല്യാണമായി. 1 കൊല്ലം കഴിഞ്ഞ് അനിയന്. അപ്പോൾ അവർ ആ കല്യാണത്തിൻ്റെ കൂടെ കൊച്ചിൻ്റെ മാമോദീസ അവിടെ നടത്തിക്കോളാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവർ കൊച്ചിനെ കൂടെ അങ്ങ് കൊണ്ടുപോയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉണ്ണി കല്യാണം കഴിഞ്ഞാൽ ഉണ്ണി വലിയമാക്കിയില്ല. പിന്നെ ഉണ്ണിക്ക് നോബിയെ കഴിഞ്ഞു ഒക്കെ വിദ്യാഭ്യാസം വരുന്ന മറ്റേ MSW അതിനെ വേറെ MBA അതിനെ ഏതാണ്ടൊക്കെ പഠിച്ചതോ അങ്ങനെയും കഴിയാം. പിന്നെ അവരൊക്കെ അന്ന് എറണാകുളത്തൊക്കെ സ്വന്തമായ കെട്ടിടങ്ങളും വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നു. പിന്നെ പാലാരിവട്ടത്ത് നമ്മുടെ ഈ എക്സർസൈസൊക്കെ ചെയ്യുന്ന സാധനത്തിൻ്റെ പേരണ ജിമ്മിന് ആവശ്യമുള്ള മൊത്തം സാധനങ്ങൾ വിൽക്കുന്ന കടയൊക്കെ ഉണ്ടായിരുന്നു പാലാരിവട്ടത്ത്. അപ്പോൾ അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന കെട്ടിടങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ പൈസ മുടക്കിയിരിക്കുന്നത് നോബിയുടെ പൈസയാണെന്ന് വെച്ചാണ്. നോബിയായി കാര്യങ്ങളെല്ലാം അവിടുത്തെ നോബിയുടെ പൈസയാണ് ആ കുടുംബത്തിലെ സകല കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ അപ്പം നമ്മൾ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്നാന്ന് പറയുക, ഇവളോട് ഒരു കുഞ്ഞോടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ മാനസികമായിട്ട് ഇവൻ പറയുമായിരുന്നു
ഈ തള്ളയും പറയുമായിരുന്നു, നിന്നെ കഴിഞ്ഞ് ഇച്ചിരൂടെ കാശുള്ള വീട്ടിലെ നിന്ന് മുടിക്കുക വേറൊരു പെണ്ണിനെ ഞങ്ങൾക്ക് എൻ്റെ ചെറുക്കന് കിട്ടുമായിരുന്നു എന്നുള്ള അവസ്ഥയിലായി. പിന്നെ പോയിട്ട് ഈ ആദ്യത്തെ കൊച്ചുണ്ടായ ഞങ്ങൾക്ക് നാനായക്കാരായതുകൊണ്ട് അടുക്കള കാണാൻ പോകാമെന്ന് പറഞ്ഞ ഒരു പരിപാടി, അതായത് അലമാരി കട്ടിലെ പാത്രങ്ങളൊക്കെ ആയിട്ട് പലഹാരമൊക്കെ ആയിട്ടിരുന്നു. ഞാൻ എൻ്റെ മൂത്ത പെങ്ങളെ, എൻ്റെ അപ്പൻ 48 കൊല്ലം മരിച്ചുപോയി, എൻ്റെ മൂത്ത പെങ്ങളെ കെട്ടിച്ചപ്പോഴും അന്നേരത്തെ ഇവിടെ ആങ്ങളെ തന്നെയാണ് കിട്ടിയത്, മൂത്ത പെങ്ങളെ ഇവിടെ 3ാമത്തെ ആങ്ങളെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വന്നു. അന്ന് അപ്പൻ ഈ കാരണവരുള്ള സമയത്ത് അവരുടെ കല്യാണം എല്ലാം പറഞ്ഞ് ബോധിക്കുന്നു. അപ്പോൾ ഈ പുള്ളിയും കൂടെ കൂടിയാണ് ഞങ്ങളുടെ 86 മാതാനത്ത് വീതം വെക്കുന്നത്. വീതം വെക്കുമ്പോൾ ഒരു വീതത്തിന് 75,000 രൂപ വില വെച്ചാണ് വീതിച്ച്, സ്ഥലവും കടയൊക്കെ ആയിട്ട് വീതിച്ച്. ആ 75,000 രൂപ മുഴുവനായിട്ട് ഞാൻ അവർക്ക് കൊടുത്തു. അപ്പം വീതം വഴിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 4-5 കൊല്ലം കഴിഞ്ഞാൽ കല്യാണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ അലമാരി കട്ടിൻ്റെ പാത്രങ്ങളൊന്നും ഞാൻ അവക്കും കൊടുത്തില്ല. എൻ്റെ 3 പെൺപിള്ളേരെ കെട്ടിച്ചവർക്കും ഞാൻ കൊടുത്തില്ല. എൻ്റെ 2 ആൺപിള്ളേർ കെട്ടിക്കൊണ്ട് വന്നിട്ട് അവർ അലമാരിയും കെട്ടിക്കൊണ്ട് വരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഇവിടെ ഇടയില്ല, ഇവിടെയുള്ള മുറി വഴിയില്ല, അലമാരി ആവശ്യത്തിന് എല്ലാ സാധനം കട്ടിലുമില്ലാണ്, ഇവിടെ കൊണ്ടുവന്ന് ഇടാനും ഇടയിൽ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട. അപ്പോൾ അങ്ങനെ ഒരു ഇതില്ല. അപ്പം ആ ഒരു കൊല്ലം ഈ ഒരു കുഞ്ഞുണ്ടായും കഴിഞ്ഞ് ഈ ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ അന്ന് പോലെ ഹരാസ് ചെയ്യാൻ തുടങ്ങി അലമാരി കെട്ടിൻ്റെ പാത്രങ്ങളില്ലാത്തതിൻ്റെ തുടക്കം. പിന്നെ ഇവന് ഈ അവിടെ നിന്നൊക്കെ എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ, അതുപോലെ കാലും കൈയും പിടിച്ചാൽ ഒരു ദിവസത്തേക്ക് ഇവിടെ കൊച്ചുങ്ങളെ വല്ല ഇങ്ങോട്ടൊന്ന് വിടുകയുള്ളൂ. ഇനി ഇവനും കൂടെ കൂടി വരുവാണെങ്കിൽ വണ്ടിയെ വന്നിട്ട് തിരിച്ചു പോകും. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇവനാണോ മറ്റവൻ സിജിയുടെ കൂടെയുള്ളവനാണ്, ചിലപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടൊക്കെ വരും, ഇവിടെ വണ്ടി കൊണ്ടുവരും, എന്നിട്ട് ആ വണ്ടി അവർ നല്ല തിരിച്ചു പോകും. അപ്പോൾ അവർക്കന്ന് നേരത്തെ വേറെ കാറായിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ കാറ് വാടകയ്ക്ക് എടുത്താലും അങ്ങനെ ഇപ്പോൾ ഇവനെ ഓടിച്ചുകൊണ്ട് വല്ല വണ്ടി. അപ്പോൾ വന്നാൽ ഇവിടെ ഒരു അന്തി ഉറങ്ങാന്ന് പറഞ്ഞാൽ വളരെ റെയറായിട്ടേ ഉള്ളൂ ഇവിടെ വന്ന് 1 ദിവസമോ 2 ദിവസമോ. പിന്നെ കൊച്ചുങ്ങളാണെങ്കിലും പള്ളിക്കൂടെ കിടക്കുന്ന സമയത്തൊക്കെ അതുപോലെ ഇതാമത്തെ. അപ്പോൾ കൊച്ചുങ്ങളെ ഒന്ന് വിട്ടാൽ പോലും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പുറകെ ഇറാഖിലാണ് ഇറാഖി, ദുബായിലാണ് ദുബായി, ഇവനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. കൊച്ചുങ്ങൾ എന്ത് ചെയ്യുന്നു വിളിച്ച് തിരക്കിക്കൊണ്ടും പിള്ളേരെ വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ അപ്പം തുടക്കത്തിലെ ഈ ഒരു കുഞ്ഞുണ്ടായപ്പം മുതൽ ഈ അലമാരി കെട്ടിൽ പാത്രങ്ങൾ കൊടുക്കാത്തതിൻ്റെ പേരിലും ഇവളെ വലിയ കാരണം ഞാൻ അന്ന് വാടക വീട്ടിൽ താമസിക്കുമ്പോഴാണ് ഈ സാധനം മേടിച്ചിട്ട് ഇവള് റിനോവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഇങ്ങോട്ട് താമസം മാറ്റിയിട്ടില്ല, ഇവിടെ വെച്ച് കല്യാണം നടത്താൻ പറ്റിയില്ല, കൊണ്ട് വാടക വീട്ടിൽ ചെയ്തു. ആദ്യത്തെ മൂത്ത മകളായതുകൊണ്ട് ഭാര്യ വീട്ടുകാരുടെയും പിന്നെ അമ്മായിമ്മയുടെയും എൻ്റെ ചേട്ടൻ്റെ മകൾ അങ്ങനെ എന്നെ സഹായിക്കാനുള്ള ആൾക്കാരും ഒക്കെ തന്നു. ഞാൻ അന്ന് ICC പ്രൊഡക്ഷനിലൊക്കെ ഇൻഷുറൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയായിട്ട് എന്നാലും നമ്മൾ അന്നത്തെ രീതിക്ക് കൊടുക്കാനുള്ള 1 ലക്ഷം രൂപ ആയിട്ട് കൊടുത്തു. 15,000 രൂപ ഡ്രസ്സ് എടുക്കാൻ കൊടുത്തു, 32 പവൻ്റെ സ്വർണം കൊടുത്തു. അത് കഴിഞ്ഞ് 3 പിള്ളേരുണ്ടായപ്പോൾ 3 പിള്ളേർക്ക് 1.5 പവൻ്റെ വീതം അരഞ്ഞാണും മാലയൊക്കെ ആയിട്ട് പിള്ളേർക്ക് അത് കൊടുത്തു. ഇത് ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അലമാരി കെട്ടിൻ്റെ പാത്രങ്ങൾ. ഈ സ്വർണം ഇപ്പോൾ ആരുടെ കയ്യിലാണ്? സ്വർണം പിന്നെ ഈ ഇവളെ കെട്ടിച്ചില്ലേ, ഇവളെ കെട്ടിച്ച് കഴിഞ്ഞിട്ട് 1 കൊല്ലം ആയപ്പോഴും കൃത്യം 2ാമത്തോടെ കല്യാണം വന്നുകൊണ്ട് ഞാനൊരു 7 പവൻ്റെ സ്വർണ്ണം അവരോട് വായ്പ മേടിച്ചായിരുന്നു. അപ്പോൾ ആ 7 പവത്തിന് ഞാൻ 8 പവൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഞാൻ ചെന്നിട്ട് ഞാനും ഇവളൂടെ കൂടി എനിക്കൊരു LIC കിട്ടിയ സമയത്ത് നോബീനെ കൂട്ടിക്കൊണ്ട് തൊടുപുഴത്തെ മലബാർ ഗോൾഡിൽ പോയി. ഇപ്പോഴും മലബാർ ഗോൾഡിൽ എൻ്റെ ഫോൺ നമ്പർ അവിടെയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പം മലബാർ മലബാർ ഗോൾഡിൽ വന്നിട്ട് ഞാൻ 8 പവൻ്റെ സ്വർണം, ആ 8 പവൻ്റെ സ്വർണം മേടിച്ചു കൊടുത്ത സ്വർണം മാത്രമേ ഇപ്പോൾ അവിടെ ഉള്ളൂ. അതവിടെ അവൾ ഇനി ഈ 9 മാസം മുമ്പ് വന്നപ്പം 2 വള വളഞ്ഞു പോയിട്ട് കയ്യെ ഇടുന്നില്ല, അതുകൊണ്ടായിരുന്നു 2 വള ഇട്ടത് കൊണ്ട് 1 പവൻ്റെ 4 വളയും 4 പവൻ്റെ ഒരു മാല. 2010 കാലഘട്ടത്തിലാണോ? 10ഒക്കെ കഴിഞ്ഞ് കാണും. 2009-ലല്ലേ നമ്മൾ കെട്ടിക്കുന്നേ, 10-10 നീ അതൊന്നുമല്ല. അപ്പോൾ മേടിച്ചു കൊടുത്തപ്പോൾ ഒരു 15 കഴിഞ്ഞ പിന്നെയായി. അന്നേരം ഒന്നും എനിക്ക് മേടിച്ചു കൊടുക്കാനുള്ള സംവിധാനം ഒന്നുമില്ല. LIC ഒക്കെ കിട്ടുന്നതെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നൊരു 5-8 കൊല്ലം മുമ്പാണ് തോന്നുന്നു. ഈ ഒരു 17-18 ആയി കാണും തോന്നുന്നു. അത് മലബാർ ഗോൾഡ് ഇപ്പം അവരുടെ പഴയ ഇതിനകത്ത് തപ്പിയ എൻ്റെ ഫോൺ നമ്പർ തപ്പിയ ബില്ല്. അപ്പോൾ എന്നിട്ട് അവിടുന്ന് മേടിച്ച കാരണം ഇവരുടെ കൊടുത്ത സാധനമായിട്ട് ബില്ല് വരെ അവിടെ കൊടുത്തിട്ട് പോരുക, ഞാൻ ക്യാഷായിട്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ. ബാക്കി സ്വർണ്ണങ്ങളെല്ലാം ഇവർ ഇവിടെ പേരിലും നോബിയുടെ പേരിലും ആയിട്ട് അവിടെ ബാങ്ക് വഴിയെല്ലാം പണയം വെച്ചിട്ടുണ്ട്. പിന്നെ പോയിട്ട് എനിക്ക് കൃത്യം അറിയത്തില്ല. IOBO ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, അത് IOBO മറ്റേ SBI അങ്ങനെയല്ല. 2 പേരുടെയും പേര് വെച്ചിട്ടുണ്ട്. നോബിയുടെ പേരിൽ കാർഷികമായിട്ടൊക്കെ ആയിരിക്കും. അവർക്ക് വസ്തുക്കൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് 4% പലിശക്ക് കിട്ടിയാല്, അതുകൊണ്ട് അങ്ങനെയായിരിക്കും വെക്കുന്നത്. അപ്പൊ അത് ഞാൻ അതിനൊന്നും പോയിട്ടില്ല. നമ്മൾ അതിനൊന്നും ഇറങ്ങാനുള്ള എന്റെ കാരണം നോബിക്ക് അതിന്റെ ആവശ്യങ്ങളില്ല. കാരണം അത് അനുഭവിക്കാനുള്ള അവന്
അതിന്റെ ഭാഗ്യമില്ല. അല്ല അവന്റെ പേരിലും വെച്ചിരിക്കുന്ന ഇപ്പൊ അവരൊക്കെ എടുക്കുമെന്നും അവന്റെ പേര് വെച്ചിരിക്കുന്ന ഓരോ എടുക്കുമെന്നും നമുക്കറിയാൻ ഒക്കില്ല. ഇവിടെ 2024 ജൂൺ മാസം 9-ാം തീയതി രാത്രി ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോരുകയൊക്കെ ചെയ്തപ്പോൾ ഇവള് പോലീസുകാർ പറഞ്ഞതനുസരിച്ച് അത്ര നമുക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സ് കൊടുത്തോണ്ട്, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, അത്യാവശ്യമുള്ള ഡ്രസ്സ് കൊടുത്തോണ്ട് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോരാ. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിപ്പുണ്ടോ വീട്ടില്? അതൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ഇവര് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ തള്ള എടുത്ത് കത്തിച്ച് കളഞ്ഞെന്നൊക്കെ ഇങ്ങനെ നാട്ടുകാർ പറഞ്ഞറിഞ്ഞേ ഉള്ളൂ. വല്ലതും പറഞ്ഞ് എനിക്കറിയില്ല. ഞാൻ 9-ാം തീയതി കഴിഞ്ഞിട്ട് ഈ FIR-മായി മകസർ ഒക്കെയാകുന്ന ജൂൺ 27-ാം തീയതിയോട് കൂടിയാണ്. എന്നിട്ട് ഈ മകസർ എഴുതാൻ പോയപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് ഇവിടെ വെച്ചേച്ച് പോകുന്ന സ്വർണം, ബാക്കി സ്വർണ്ണം ഒന്നും അലമാരിയിലില്ല. അതിന് ഈ ആദികുർബാന എന്ന് പറയുന്നില്ലേ, ഇതുണ്ട്, അതിനകത്തൊക്കെ ഡയമണ്ടൊക്കെ മേടിച്ചു കൊടുത്താ ആദികുർബാനയ്ക്ക് അവർക്ക്. ആരാ മേടിച്ചു കൊടുത്തേ? നോബി. അത് നോബിയുടെ പെങ്ങള് ഖത്തറുകാരത്തി പറഞ്ഞതനുസരിച്ച് ഇത് കൊണ്ട് അവിടെ ആ കഴുത്തേ കിടക്കുന്ന ഒരു ഡയമണ്ടാ ആ കിടക്കുന്നത്. ആ ഡയമണ്ടും ഒക്കെ അവിടെ വെച്ചിട്ട് പോകുന്നു. ബാക്കി സ്വർണ്ണങ്ങൾ, പിള്ളേരുടെ സ്വർണ്ണം എല്ലാം അലമാരി ഇരിക്കുമായിരുന്നു. പക്ഷേ അന്ന് വിജയാനന്ദ് എന്ന് പറഞ്ഞ സർക്കിളോ SI ഉണ്ടാകും തൊടുപുഴത്തെ, ആ പുള്ളി ആ കൂടെയുള്ള പോലീസുകാർ SI എല്ലാം കൂടെ കൂടി ഈ ഷൈനിമോളെയും പിള്ളേരെയായിട്ട് മകസർ എഴുതാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അലമാരിക്കകത്ത് നോക്കിയപ്പോൾ സ്വർണ്ണമൊന്നുമില്ല. അപ്പോൾ സ്വർണ്ണം എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അവിടുത്തെ പുള്ളിക്കാരത്തി അമ്മായിമ്മ പറഞ്ഞു, ഇത് പലര് കയറി, ഇപ്പം നീ ഇവിടുന്ന് പോവുകയും ചെയ്തു, പിന്നെ ആൾക്കാർ വരികയും പോവുകയും പലത് അലമാരി തുറന്നു കിടക്കുമായിരുന്നു, ഇത് വല്ലവരും എടുത്തുകൊണ്ട് പോയത് കാരണം ഞങ്ങളെടുത്ത് ലോക്കറി വെച്ചെന്ന് പറഞ്ഞു. ലോക്കറി വെച്ചെന്ന് പറഞ്ഞു. ആ ലോക്കറി വെച്ചു എന്നുള്ളത് വീണ്ടും ജൂലൈ 3 മകസറ വരെ എഴുതിയിട്ടുണ്ടേ കാണും. എഴുതി പോയത് മകസറൊന്നും എനിക്ക് തരുന്നില്ലല്ലോ. FIR പോലും നമുക്ക് തന്ന അവിടുത്തെ FIR പോലും അപ്ഡേറ്റ് നല്ലതല്ല, കറക്റ്റ് ആയിട്ടല്ല. FIR-ന്റെ കോപ്പി ചോദിച്ചായിരുന്നോ? പിന്നെ അവിടുത്തെ FIR-ന്റെ 9 മാസം മുമ്പത്തെ FIR-ന്റെ പിന്നെ ചോദിച്ചോ? അത് കൊടുത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. കോപ്പി കൈവശമുണ്ടോ? തന്ന സാധനം ഫാമിലി കോർട്ടിലെ വക്കീലിനെ ഏൽപ്പിച്ചു. കോടതിയിലുണ്ട്, ഇവിടുത്തെ ഏറ്റുമാനൂർ കോടതിയിലുണ്ട്. അതല്ല മൊത്തമല്ല, ഫോട്ടോഷാറ്റ് ഒപ്പടയിലുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അതാ അവിടുന്ന് കിട്ടിയ സാധനം തന്നെ വേണമെന്ന് പറഞ്ഞു. അഡ്വക്കേറ്റുമാരെ അടുത്ത് ഇപ്പൊ നമ്മൾ വീഡിയോ പറയുന്നത് അഡ്വക്കേറ്റുമാരെ പൂർണ്ണമായിട്ട് ഒരു കാര്യങ്ങൾ ഏൽപ്പിക്കരുത്. എന്ത് ഡോക്യുമെന്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് അതൊന്നുമില്ല. ഇപ്പൊ ഞാൻ ഒറിജിനൽ ഇനി അടുത്ത പ്രാവശ്യം ചെല്ലുമ്പോൾ അതിന്റെ ഒറിജിനൽ അത് കോടതി ഇരിക്കുന്ന അങ്ങനെ എടുക്കാൻ പറ്റിയായിരുന്നു. ഇപ്പൊ ഈ മാരേജ് സർട്ടിഫിക്കറ്റ് മുതൽ അവിടെയാ കോടതിയില്ല, അവരുടെ കയ്യിലല്ല. മാരേജ് സർട്ടിഫിക്കറ്റ്, പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇങ്ങനെയുള്ള കോടതിയില്ല. ഞാൻ വനിതാ സെല്ലിന്റെ ഉണ്ടായിരുന്നു. അഡ്വക്കേറ്റിന്റെ പേരെന്നാ? TP പ്രദീപ് കുമാർ. പുള്ളിയുടെ വീട് ഫാമിലി കോഡില് മറ്റക്കരക്കാരനാണ്. പുള്ളിയുടെ ഓഫീസ് നമ്മുടെ അലങ്കാർ തിയേറ്റർ കഴിഞ്ഞുള്ള ബിൽഡിങ്ങിലാണ്. TP 4-5 പേര് കൂടി കഴിവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അത് ആ പുള്ളിയെ കൊണ്ട് കേസ് ഏൽപ്പിക്കാനുള്ള കാര്യം ഈ തൊട്ടടുത്ത് ഷാനവാസ് എന്ന് പറഞ്ഞ ഒരു നമ്മൾ ഇങ്ങോട്ട് കണ്ട തോട്ടത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നത്, അവിടെ നമ്മൾ റൈറ്റ് സൈഡിലെ 2-3 വീട് കഴിയുമ്പോൾ ഒരു വീടുണ്ട്. ആ പുള്ളി യൂണിവേഴ്സിറ്റിയിലെ നല്ല ജോലിക്കാരാണ്, പുള്ളി വൈഫും അതെ. അപ്പോൾ പുള്ളി അതിൽ നിന്ന് റിട്ടയർ ആയ പുള്ളി LLB-കാരനായതുകൊണ്ട് ഇത് കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രാക്ടീസിന് പോയി ഈ പുള്ളിയുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഈ തൊട്ടടുത്തായതുകൊണ്ട് പുള്ളി എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഷൈനിമോളെ കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് 2-3 കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്ക് ഒന്ന് ചരിത്രമൊക്കെ പറഞ്ഞായിരുന്നു, അയൽവക്കാരനെ. അപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ന പോലെ ഓഫീസ് അങ്ങോട്ട് പോയി ഞാൻ വിളിച്ച് പറയാം, ഫോൺ നമ്പർ തരാമെന്നൊക്കെ പറഞ്ഞ് ആ ഫോൺ നമ്പർ വിളിച്ചു. അങ്ങനെ പുള്ളിയുടെ അവിടെ ചെന്ന് ഞാനും ഷൈനിയും കൂടെ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടാണ് പിന്നെ വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത് പുള്ളി പറഞ്ഞതുപോലെ ഒരു ബുക്കൊക്കെ ഞാൻ പറഞ്ഞില്ല, അതായത് 120 പേജിൻ്റെ ഒരു ബുക്ക്. അയാളുടെ 10 എത്ര പേജുണ്ടെന്ന് എനിക്ക് 40 പേജോളം ഇവിടെ 15 വർഷത്തെ ഇവിടെ അവിടുത്തെ ഒരു സ്റ്റോറി എഴുതിയായിരുന്നു. ആ സ്റ്റോറി എഴുതിയ ബുക്ക് അതുപോലെ ഞാൻ ഇപ്പം ഇത്തവണയാണ് പോലീസുകാർ കൊണ്ടുപോയത്. ഈ ഏറ്റുമാനൂർ പോലീസ് ഇപ്പം മരിച്ചു കഴിഞ്ഞിട്ടുണ്ട്, സർക്കിളും കൂടെ കൊണ്ടുപോയി. അതും കോടതിയിലുണ്ട്, ഏറ്റുമാനൂർ കോടതിയിലാണ്. അതുകൊണ്ട് ഷൈനിമോടെ ഫോണും കൊണ്ടുപോയി ഈ ഞാൻ പറഞ്ഞ 5 കൊല്ലം മുമ്പത്തെ ഒരു ഫോട്ടോയും ഇത്ര സാധനം, അതിന് റെസീറ്റ് ഒന്നും തന്നിട്ടില്ല, അത് കോടതിയിലുണ്ടെന്ന് പറഞ്ഞു. അതായത് ഈ സംഭവങ്ങളൊക്കെ കൈപ്പറ്റിയതിന്റെ ഡീറ്റെയിൽ എന്തെങ്കിലും പോലീസ് എഴുതി തന്നിട്ടുണ്ടോ? ഇല്ല, തന്നിട്ടില്ലെന്ന്. അതിലെ പറഞ്ഞ റെസിറ്റ് ഒന്നും തന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഒന്നിന്റെ ഇല്ല. അതേ സമയത്ത് ഞാൻ ഇപ്പൊ ഈ ഫോൺ മേടിച്ചാക്കുന്നതിന്റെ ഒന്നും ഇല്ല. ഒന്നുമില്ല, തന്നിട്ടില്ല. ഫോണിന് റെസിറ്റ് തന്നിട്ടില്ല. പിള്ളേർക്ക് വീട്ടിൽ കളിക്കാൻ കൊടുത്തൊന്നും അറിയത്തില്ല. ഇല്ല, അത് കോടതിയിലാന്ന് അവർ പറയുന്നത്. മറ്റേ സൈബർ സെല്ലിലുവാ ഫോണ് എന്ന് പറയുന്നു. അത് നമ്മൾ ചോദിച്ചപ്പോൾ അതേ പറയുന്നുള്ളൂ. ബാക്കി സാധാരണ പപ്പ ഞാൻ ചോദിക്കുന്നത്, ഒരു സാധനങ്ങൾ നമ്മൾ വീട്ടിലുള്ള ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൈപ്പറ്റി കഴിഞ്ഞാൽ ഇന്ന സാധനങ്ങൾ കൈപ്പറ്റി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതി തരാനുള്ള നിയമാവലി ഒന്നും ഇല്ല. അഡ്വക്കേറ്റിനോട് ചോദിക്കാൻ പറ്റായിരുന്നോ? അത് ഞാൻ അഡ്വക്കേറ്റ് എന്റെ ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റിനോട് ഞാൻ ഇത് കഴിഞ്ഞ് ചോദിച്ചത്, കോടതിയിലാണ് കുഴപ്പമില്ല, സേഫ് ആയിരിക്കും എന്ന് പറഞ്ഞു. റെസീറ്റ് തന്നിട്ടില്ലെന്ന് പറഞ്ഞപ്പോഴേ. ഇപ്പൊ അതേ സമയത്ത് ഞാനിപ്പോ ഈ സംഭവം നടന്നേ പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 3 പേരുടെയും ഇപ്പോഴത്തെ 292 പറഞ്ഞ മകള് പിള്ളേര് മരിച്ചതിന്റെ FIR-ന്റെ എനിക്ക് തന്നു. അത് തന്നപ്പം ഞാൻ അപേക്ഷ എഴുതി അങ്ങോട്ട് കൊടുത്തു. നമ്മുടെ വീട്ടിലെ കുടുംബത്തിൽപ്പെട്ട എന്ത് സാധനങ്ങൾ പോലീസുകാർ കൈപ്പറ്റി കഴിഞ്ഞാലും അതിന്റെ ഡോക്യുമെന്റ്സ് മേടിക്കുക. വേണം, തീർച്ചയായിട്ടും വേണം. ഈ മൊബൈൽ കൈപ്പറ്റി കഴിഞ്ഞാൽ ഡോക്യുമെന്റ്, അത് പോലീസിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ വീഴ്ച. അതുപോലെ ഷൈനിന് ഡയറി കൈപ്പറ്റിയിട്ട് അതിന്റെ ഡീറ്റെയിൽ തരാം. അല്ലെങ്കിൽ അവർ പറയാം, അവര് എത്ര കാലം ഇപ്പൊ ഒരു പോലീസുകാർ എത്ര നാൾ ആ സ്റ്റേഷനിൽ കാണും.
അവര് സർക്കാർ ശമ്പളം കൊടുക്കും. നാളെ അതിന് കൊടുത്തിട്ട് ഈ സംഭവം കഴിഞ്ഞ ദിവസം പരിപാടി ഒന്ന് വന്നപ്പോൾ തന്നെ ആ ഫോട്ടോയുടെ കാര്യം പറഞ്ഞപ്പോൾ ആരാ മേടിച്ച ഫോട്ടോ, ഞാൻ പറഞ്ഞ ഫോട്ടോ ഇന്ന ആളാ മേടിച്ചെന്ന് പറഞ്ഞു. എന്നും പറഞ്ഞു പോയി. അപ്പൊ അതിലൊന്നും ആ ഫോട്ടോയും ഞാൻ പറഞ്ഞില്ലേ സ്ഥലം മാറിയൊക്കെ പോകും. ഇപ്പൊ തന്നെ നമ്മുടെ കേസ് അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു പുള്ളി കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് സ്ഥലം മാറ്റാമെന്ന് പറഞ്ഞു. അപ്പൊ അത് കോടതിയിലുണ്ടെന്നാണ് അവര് പറയുന്നത്. ജ്യോതികൃഷ്ണൻ മൊട്ട. ഈ ഗാർഹിക പീഡനത്തിന് അതായത് ഷൈനി കൊടുത്താക്കുന്ന ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ, ആ പരാതിയുടെ വെളിച്ചത്തിൽ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ അതിന്റെ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും ചെന്നായിരുന്നോ? ഏറ്റുമാനൂർ അങ്ങനെയല്ല, നമ്മള് തൊടുപുഴ സ്റ്റേഷനിലാണല്ലോ അത് കൊടുത്തത്. അപ്പോൾ അവിടെ കൊണ്ട് വന്നതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഇവർക്ക് ഈ മൂക്കും എല്ലാം മുറിഞ്ഞ് മുഖമെല്ലാം നീര് വെച്ച് ചവിടുമെല്ലാം നീര് വെച്ച് മിണ്ടാൻ തന്നെ മേല. ഇവർക്ക് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നല്ല പനിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ വയറ്റിൽ ചവിട്ടെല്ലാം കിട്ടി എല്ലാം കിടക്കുന്ന ബ്ലീഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ആശുപത്രി പിറ്റേ ദിവസം നിർബന്ധിച്ച് ഇവിടെ അങ്ങോട്ട് വന്നാലും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആശുപത്രി അവിടെ നിന്നുള്ള ഇൻറ്റിമേഷൻ, അവിടെ നിന്ന് ഡോക്ടറുടെ ഇൻറ്റിമേഷൻ ഏറ്റുമാനൂർ സ്റ്റേഷനിലോട്ടാണ് പോയത്. ആ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ നിന്ന് അത് തൊടുപുഴയ്ക്ക് അവർ വിട്ടെ. പക്ഷേ ഇവിടെയാണല്ലോ അവൾ താമസിക്കുന്നത്. അപ്പൊ ഇവിടെയല്ലേ അത് അന്വേഷണം നടത്തണ്ടേ? അല്ലെന്നേ, നമ്മൾ അവിടെയല്ലേ എഫ്ഐആർ. ഇവിടെ അന്വേഷണത്തിനൊന്നും വന്നില്ല. പോലീസുകാർ ഇവിടെയാണല്ലോ താമസിക്കുന്നത്. അതിന് തൊടുപുഴ പോലീസുകാർ വന്നു. തൊടുപുഴ എന്നുള്ള പോലീസുകാരാണ് ഇവിടെ വരുന്നത്. ഇവിടുന്ന് ഈ ഇന്റിമേഷൻ അങ്ങോട്ട് പോയിട്ടാണ് എഫ്ഐആറും കൂടി ആകുന്നത്. ആ ഇന്റിമേഷൻ പോയിട്ട് ഈ 9-ാം തീയതി ഇവിടെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് 18 ദിവസത്തോളം താമസിച്ച് 27-ാം തീയതി ആയപ്പോഴാണ് ഈ എഫ്ഐആർ ആകുന്നത്, മകസറും ഒക്കെ ആകുന്നത്. അത് ഇവരിട്ട് തല്ലിച്ച ഈ കഴിഞ്ഞ ദിവസം ഈ ഏറ്റുമാനൂർ SHO പറഞ്ഞു ഷൈനിയും കുട്ടികളും ഒരു തവണയെങ്കിലും എൻ്റെ അടുത്ത് വന്നായിരുന്നെങ്കിൽ അവക്കടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്നോട് തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവളെ സഹായിക്കുന്നു പറഞ്ഞു. പക്ഷെ അത് ഞാൻ ചോദിക്കുന്നത്, അവളെ കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നേ പിന്നെ അവൾക്കും പിള്ളേർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. ഏറ്റുമാനൂർ സ്റ്റേഷനിൽ പോകേണ്ട കാര്യം അവൾക്കില്ല. പക്ഷേ ഏറ്റുമാനൂർ സ്റ്റേഷനിൽ അവളെ കൊണ്ട് വന്നേ പിന്നെ ഞാനും അവളും 2 പ്രാവശ്യം പോയി. ഏറ്റുമാനൂർ സ്റ്റേഷനിൽ അത് ഇവിടെ നിന്നുള്ള ഇന്റിമേഷൻ നമ്മൾ തൊടുപുഴ ചെല്ലും പറയും 2 പ്രാവശ്യം ചെന്നിട്ടുണ്ട്. മതി ലെനേഷ് എന്ന് പറഞ്ഞ ഒരു പോലീസുകാരൻ അവിടെ ഇരുന്നേ അന്ന്. അപ്പൊ ഈ പുള്ളിയോട് നമ്മളിവിടെ ഇന്നലെ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ വന്ന ഇന്റിമേഷൻ തൊടുപുഴ ചെല്ലുമ്പോൾ അവിടെ കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. ഇപ്പൊ ഇവിടെ വന്നു അങ്ങനെ 2 പ്രാവശ്യം പോയെ. ഇന്റിമേഷൻ എന്താ അങ്ങോട്ട് ചെല്ലാത്തെന്ന് ചോദിക്കാനാണ്. അന്ന് വന്നപ്പോൾ ഇവർക്ക് അറിയത്തില്ല. പിന്നെ ഇവർ പറഞ്ഞു ഇതാ ഓൺലൈനിൽ കൂടെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ അങ്ങനെ അത് വന്നിട്ടാണ് പിന്നെ ഇവർ എഫ്ഐആർ ആകുന്നത്. ആ എഫ്ഐആർ ആയിട്ടാണ് പിന്നെ മഹസറാകുന്നത്. അതിന് ഇവർ 18 ദിവസം താമസിപ്പിച്ചത് കൊണ്ട് ഞാനിവിടെ പിന്നെ അവസാനം താമസിച്ചുകൊണ്ട് രഞ്ജിത്ത് എന്ന് പറഞ്ഞ് വിജിലൻസിലുള്ള ഒരു എൻ്റെ ഇളയ മകൻ്റെ കൂട്ടുകാരൻ പേരൂർ വീട് വെച്ച് താമസിക്കുന്ന മാഞ്ഞൂരുകാരനൊരു വിജിലൻസ് ജോലിക്കാരുണ്ട് കോട്ടയത്തെ. ആ പുള്ളിക്ക് വിളിച്ച് പറഞ്ഞിട്ട് ആ പുള്ളി തൊടുപുഴ SP ഓഫീസിൽ വിളിച്ചിട്ട് ആ SP ഓഫീസിൽ നിന്ന് പറഞ്ഞാണ് ശരിക്കും പറഞ്ഞ് എഫ്ഐആർ ഒക്കെ ആകുന്നത്. അഡ്മിറ്റ് ആയില്ല, ഒരാഴ്ചത്തേക്കുള്ള മരുന്നെല്ലാം തന്നു വിട്ടതേ ഉള്ളൂ. ഓയിൻമെന്റ് തൂക്കാനുള്ളതും ചൂട് പിടിക്കാനും ഗുളികയും മരുന്നൊക്കെ തന്നു വിട്ടേ. അതായത് ഈ പരാതിയുടെ വെളിച്ചത്തിൽ ഏറ്റുമാനൂർ സ്റ്റേഷൻ വിളിപ്പിക്കുകയോ വേറെ ഒരു അന്വേഷണമോ കാര്യങ്ങളൊന്നും ഇല്ല. ഏറ്റുമാനൂർ സ്റ്റേഷനിൽ അവർ പറയുന്നത് തൊടുപുഴ എന്നാണല്ലോ ഞാൻ ഇവിടെ കൂട്ടിക്കൊണ്ട് പോരുന്നേ. തൊടുപുഴ വെച്ചല്ലേ ഇവർക്ക് ഗാർഹിക പീഡനവും മർദ്ദനവും എല്ലാം കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതല്ല, ഇനി തൊടുപുഴ ഷൈനി പൂർണ്ണമായിട്ട് ഇനി താമസിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഷൈനി ഇപ്പം ഇവിടെ, അതായത് ഷൈനിയുടെ ജന്മനാടാണല്ലോ ഏറ്റുമാനൂർ. അപ്പൊ ഈ 101 കവലയായിട്ട് ബന്ധപ്പെട്ട് ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്നാണല്ലോ ഒരു പരാതി ഏറ്റുമാനൂർ സ്റ്റേഷനിൽ കൊണ്ടു കൊടുത്തായിരുന്നെങ്കിൽ ഈ സ്റ്റേഷനിൽ അവനെ വിളിപ്പിച്ച് ഇവിടെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ ചോദിക്കുന്നത്. ഞാൻ അങ്ങനെ നമ്മൾ അവിടെ നിലവിൽ തൊടുപുഴ കൊടുത്തിട്ടല്ലേ പോന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്തിനാ പരാതി കൊടുക്കുന്നത്? അപ്പൊ ഇപ്പം ഷൈനി മരിച്ചു കഴിഞ്ഞപ്പോൾ തൊടുപുഴ എന്നുള്ള ഡോക്യുമെന്റ്സ് എല്ലാം ഇപ്പൊ ഏറ്റുമാനൂർ സ്റ്റേഷനിലെ SHOക്ക് ഇവിടെ കൊണ്ട് അന്വേഷിക്കാനായിട്ടോ ഇതിനെക്കുറിച്ച് തിരക്കാനായിട്ടും പിന്നെ അവിടെയുള്ള ഡോക്യുമെന്റ്സ് പിന്നെ എന്തിനാ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നേ? അവരത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോൾ അതിനെപ്പറ്റി അന്വേഷണം കൊണ്ടുപോയിരിക്കുന്നത്. ഈ 9 മാസം നോബിയും തള്ളയും ജാമ്യം എടുത്തു, അതിന് ബാക്കി ഒരു നീക്കങ്ങളും നടക്കുന്നില്ലായിരുന്നു. അല്ല, ഇപ്പൊ ഈ SHO കാണിച്ച പരിപാടി നേരത്തെ തന്നെ ഇവിടെ ചെയ്തായിരുന്നെങ്കിൽ ഈ ഷൈനി മരിക്കുമായിരുന്നോ? അപ്പം അതിന് ഞാൻ എന്നാ മറുപടി പറയുന്നത്? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ അവിടുന്ന് ആ സംഭവം നടക്കുന്നു, ഇവിടെ പാവലിക്കോട്ടിൽ, അത് കഴിഞ്ഞിട്ട് പാവലിക്കോട്ടിൽ കൊടുത്തത് ഇവർക്ക് ജീവനാംശം ഇവക്കും പിള്ളേർക്കും ചിലവിന് കിട്ടാനും നമ്മൾ കൊടുത്ത ഡെവറിയും പൈസയും എല്ലാം തിരിച്ചു വിടാം. MCOP എന്ന് പറഞ്ഞ് 2 സെക്ഷൻ, അന്ന് 20,000 രൂപ ആദ്യം വക്കീൽ ഫീസെല്ലാം മേടിച്ചു. അത് മേടിച്ച് അതിൻ്റെ 4 അവധികൾ കഴിഞ്ഞു പോയി. 4 അവധിക്ക് ഇവരാരും വന്നുമില്ല, നോട്ടീസ് കൈപ്പറ്റിയില്ല. ഇനി കൊടുത്താക്കുന്ന കുടുംബ കോടതി കൊടുത്താക്കുന്ന പരാതി ഉണ്ടല്ലോ, അതിന്റെ വെളിച്ചത്തിൽ ഒരു പ്രാവശ്യം പോലും കോടതിയിൽ കൗൺസിലിങ്ങിന് പോലും വിളിച്ചിട്ടില്ലേ? ഇല്ല. വിളിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു തവണ ചെല്ലുമ്പോഴൊക്കെ
അടുത്ത അവധി വെച്ച് പോവുക, ഇവര് വരികയില്ല. അപ്പൊ ഈ ഷൈനിയുടെ അഡ്വക്കേറ്റിന് അതായത് ഇവന് അവധിക്ക് വന്നാക്കുന്ന വെച്ച ഒരു കേസ് ദിവസങ്ങളിൽ ഈ നോബി എന്ന് പറഞ്ഞ ആള് ലീവിനായിട്ട് വെക്കേഷനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നും ഈ നോബിനെ കോടതി വിളിച്ച് വരുത്തി അതായത് അവനൊരു കൗൺസിലിംഗ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഷൈനിയുടെ അഡ്വക്കേറ്റിന് വേണമെങ്കിൽ വിളിച്ചു വരുത്താൻ മേലായിരുന്നോ? അങ്ങനെയൊന്നും നിയമമില്ലെന്നാണ് അവര് പറയുന്നത്. അങ്ങനെ ഒരു നിയമമില്ല. ഫാമിലി കോർട്ടിലെ കേസൊക്കെ ഫാമിലി കോർട്ടിലെ 10 വർഷമായിട്ട് തീരാതെ കിടപ്പുണ്ടെന്ന് ഈ കേസ്. അഡ്വക്കേറ്റ് ഇല്ല. നമ്മൾ അവിടെ ചെന്നപ്പോൾ ഷൈനിമോള് വന്ന് ഞാനും ഷൈനിമോളും കൂടെ കുത്തി കോടതിയിലെ വാതൊക്കെ ഇരിക്കുമ്പോൾ അപ്പുറം ഇപ്പുറം 5-8 കരഞ്ഞതിനോട് വെറുതെ ഒന്നുമല്ല. ജിസ്മോൾ എന്ന് പറഞ്ഞ ആള് ഈ ലോകത്തുനിന്ന് പോയതാണോ ഒന്നാണോ ഒന്നും അറിയില്ല. രണ്ട് സൈഡിൽ അഡ്വക്കേറ്റ് തന്നെയാണ് പോയത്. കാരണം ഇതിനൊക്കെ കൃത്യമായിട്ടൊരു നിയമങ്ങളോ നിയമവ്യവസ്ഥകളോ ഒന്നും ഇല്ലാത്ത കൊടുക്കുന്ന പരാതിയായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഇവർക്ക് ഈ അഡ്വക്കേറ്റുമാർക്ക് ഈ പൈസ മേടിക്കുക, പോക്കറ്റിലേക്ക് പൈസ മേടിക്കുക, പണം കുലുക്കുന്ന ഒരു മരമായിട്ട് കൊണ്ട് ഇതിപ്പോ ആദ്യം പ്രതിനെ കൊണ്ട് യഥാസ്ഥലത്ത് കൊണ്ട് സ്ഥാപിക്കുക, കൂട്ടി അതായത് ചെന്ന് പെട്ടതാണെങ്കിൽ ഒരിക്കലും കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഇവര് ഈ അഡ്വക്കേറ്റന്മാര് പ്രത്യേകിച്ച് കുടുംബ കോടതി അഡ്വക്കേറ്റന്മാര് ഒരാള് സമ്മതിക്കുകയില്ല. ഇതുപോലെ സമ്മതിക്കുവാണെങ്കിൽ ജിസ്മോളെ പോലെയുള്ള ആൾക്കാരെ വെച്ചുകൊണ്ട് ഇരുത്തുമില്ല, ഇവർ ഏതെങ്കിലും രീതി തകർത്ത് കളയുകയും ചെയ്യും. അതെന്നാ ഇവര് ഒരു ശിരസ്താർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ ഇരിക്കില്ല ആദ്യം നമ്മൾ അതിന്റെ അകത്തേക്ക് പോലും കയറുന്നില്ല. ഒരു പുള്ളി പേര് വിളിക്കും, അവിടെ ചെല്ലും, നമ്മൾ കയറുന്നില്ലല്ലോ. ഹാൻഡ് ഓവർ ചെയ്യണമായിരുന്നു കൊണ്ട് ഒന്നുകിൽ ഹാൻഡ് ഓവർ ചെയ്യണം, അതല്ലെങ്കിൽ അദ്ദേഹം കേസ് അന്വേഷിക്കണമായിരുന്നു. എത്ര പ്രാവശ്യം പോയാന്നറിയാം. അപ്പൊ യഥാർത്ഥത്തിൽ അന്ന് വിജയാനന്ദ് അവരൊക്കെ സൽമാൻ യഥാർത്ഥത്തിലുള്ള വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് അന്ന് തൊടുപുഴയിലെ SHO അല്ലേ? മാനുവലിലെ കേസ് ഹാൻഡ് ഓവർ ചെയ്തുമില്ല, അദ്ദേഹം കേസ് അന്വേഷിച്ചില്ല. അപ്പൊ അവിടെയല്ലേ തിരുമറി നടത്തിയത്? SHO അല്ലേ തിരുമറി നടത്തിയത്? എന്നിട്ട് എന്നോട് പറഞ്ഞു, ആർക്കും അറിയത്തില്ല. എന്നോട് പറഞ്ഞു ഇവിടുത്തെ ഫാമിലി കോർട്ടിലെ അഡ്വക്കേറ്റാ. അപ്പൊ ഞാൻ പറഞ്ഞറിയോ, അവിടുത്തെ ഈ വിജയാനന്ദ് എന്ന് പറഞ്ഞ SI സർക്കിൾ അടക്കം ഒരു വണ്ടി പോലീസുകാർ ഇവിടെ വരികയും അവിടെ വെച്ചത് ചോദിച്ചത് കൂടാതെ പിള്ളേരുടെ മൊഴിയെടുക്കാനായിട്ട് തൊടുപുഴത്തെ വണ്ടിയായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഈ വീട്ടിലും വന്നിട്ടുണ്ട്. ഒരു പിള്ളേർ പഠിക്കുന്ന ഹോളിക്രോസ് സ്കൂളിലും പോയിട്ടുള്ള തൊടുപുഴയിൽ നിന്ന്. പക്ഷെ അവർ അത്രയും കൊണ്ട് അവിടെ കൊണ്ട് നിർത്തി. എന്നിട്ട് എന്നോട് കേസ് കൊടുത്ത സമയത്ത് എന്നോടും ഷൈനിയോടും പറഞ്ഞെന്നാന്നറിയോ, ഒരിക്കലും ഇവന് ജാമ്യം കിട്ടിയില്ല, അവൻ തറി വന്നാൽ പിടിച്ചിടുമെന്ന് പറഞ്ഞാൽ. പക്ഷേ ഇവർ തറി വരാതെ അവർ ജാമ്യം എടുത്തു, അമ്മയും മകനും എടുത്തു. അപ്പനെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യും. അതൊക്കെ അവിടുത്തെ കളിയാണ്. ഞാൻ പറഞ്ഞാൽ ഈ ബോബി അച്ഛനും കൂടി ഒരുമിച്ച് പഠിച്ചതോ പുള്ളിയുടെ സമപ്രായക്കാരോ ആ തൊടുപുഴ ആ ഭാഗത്തുള്ളതും ഹൈക്കോടതിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാം പരിചയമുള്ളവരൊക്കെ ആയിരിക്കും തൊടുപുഴ ഇരുന്ന പോലീസുകാരും SIO സർക്കിളൊക്കെ SHO ഒക്കെ. അതുകൊണ്ടാണ് അതങ്ങനെ ആയിപ്പോയത്. ഗവൺമെൻറ് ആശുപത്രിയും പോലീസ് സ്റ്റേഷനും കൂടെ തൊട്ടടുത്താണ്, നടന്നു ചെല്ലാനുള്ള അകലേ ഉള്ളൂ. അപ്പോൾ അത് അവിടെ ചെല്ലുന്നു. ആ സാധനം 10-ാം തീയതി ഉണ്ടായ കാര്യം 1.5 ആഴ്ച 2 ആഴ്ച കഴിഞ്ഞാണ് ഇത് അവിടെ വരുന്നത്. 18 ദിവസം താമസിച്ചു FIR ആകാൻ. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഇൻറ്റിമേഷൻ വന്നിട്ടില്ലെന്ന് പറയും. ഉടനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇറങ്ങി ഏറ്റുമാനിറങ്ങി ചോദിക്കുമ്പോൾ അവർ പറയും വിട്ടിട്ടുണ്ടോ. പിന്നെ അവർ ഈ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു. ചെന്ന് ലനേഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ടിൽ ഡെസ്കിൽ ഇരിക്കുന്ന പുള്ളിക്കാരൻ പറഞ്ഞ് നിങ്ങളുടെ മകളെയും പിള്ളേരെയും കൂടെ അവിടെ തന്നെ കൊണ്ടേ ആക്കുക. ലനേഷ് എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഡെസ്കിൽ ഇരുന്ന് അന്നിരുന്നത്. അപ്പോൾ ആ പുള്ളി പറഞ്ഞ് എന്നെയും മകളെയും ഈ ബ്രെയിൻ വാഷ് ചെയ്യുമായിരുന്നു. അവർ പറഞ്ഞെന്നാന്നറിയോ, ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഈ ഫാമിലി അതേ ഗാർഹിക പീഡനത്തിലൊന്നും കാര്യമില്ല. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 31 എന്ന് പറഞ്ഞൊരു വകുപ്പുണ്ട്. അത് നിങ്ങളൊരു വക്കീലിനെ സമീപിച്ചിട്ട് മജിസ്ട്രേറ്റിൻ്റെ ഇരിക്കെ പോയി ഒരു ജഡ്ജ്മെൻറ്റ് മേടിക്കും, ഒരു വിധി. എന്ന് പറഞ്ഞാൽ ആ ഒരു സാധനമുണ്ട്, ആ കടലാസ് കൊണ്ട് തൊടുപുഴത്തെ വീട്ടിൽ ചുങ്കത്തിലെ വീട്ടിലെ ഭിത്തിയിൽ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മകളെയും 2 പിള്ളേരെയും കൂടെ അവിടെ കൊണ്ടേ ആക്കുക. ഒരു മനുഷ്യനെടുത്ത് എറി ഒരു പറയുക. അല്ല ഈ മജിസ്ട്രേറ്റ് തരുന്നത് ആ ഒരു വിധിയാണെന്നാണ് പറയുന്നത്. പിന്നെ ആ വിധി അവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചാൽ മകളെ ആരും തുള്ളിയല്ല, തെറി പോലും പറയുകയില്ല, വീട്ടുകാരെ കെട്ടിയവനും ചെയ്യല, വീട്ടിലുള്ളവരും ഒന്നും ചെയ്യാം. അപ്പം ഞാൻ ചോദിച്ചെന്നറിയാം. അന്നേരം ഞാൻ ആ പോലീസുകാരനോട് ചോദിച്ചേ, നമ്മൾ ഈ വക്കീലിനെ കണ്ട് ഇത് മജിസ്ട്രേറ്റിൻ്റെ ഇരിക്കുന്നത് മേടിച്ച് അവിടെ കൊണ്ട് എൻ്റെ മകളെയും പിള്ളേരെയും ഇപ്പം അവൾ തന്നെ ആത്മഹത്യ ചെയ്യാതിരിക്കാനോ അവൻ്റെ കൈ കൊണ്ട് ചാകാതിരിക്കാനോ ഞാൻ അവിടുന്ന് ഇറക്കി വിട്ട് അവളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഞാൻ ഇനി ഈ പിള്ളേരെ അവിടെ കൂടെ കൊണ്ട് ആക്കിയിട്ട് ഇവളെ കൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ ഭിത്തിയിൽ ഒട്ടിച്ചിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചാൽ മതിയോ എന്ന് ചോദിക്കുകയും അഡ്വക്കേറ്റുമാരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അത് അത്രയും ചോദിച്ചു അവിടുന്ന് പോകുന്നു. പിന്നെ ഇവർ നേരം ഓൺലൈനിൽ കൂടി വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് പോലീസ് സ്റ്റേഷൻ 2 പ്രാവശ്യം ഞാനും എൻ്റെ മകളും കൂടി ഏറ്റുമാനും പോലീസ് സ്റ്റേഷൻ. അന്ന് ഈ പുള്ളി തന്നെ അൻസൽ തന്നെയാണ്.